ആ നാറിയെ തൊട്ടതാ ഇന്ന് കുറച്ചധികം സോപ്പിട്ട് കുളിക്കേണ്ടി വരും. ഞാൻ ആകെ വേർത്തു. നിരഞ്ജനേട്ടൻ, നീ എന്താ ഇവിടെ? കോളേജ് ഇങ്ങോട്ട് മാറ്റിയോ? അത് ഞാനൊരു ഫ്രണ്ടിനെ കാണാനായിട്ട്. ഏട്ടനെന്താ ഇവിടെ? ഞാൻ വന്നത് അവിടെ നിൽക്കട്ടെ. ഈ ഹോട്ടൽ റൂമിൽ വന്ന് കാണാനും മാത്രം നിനക്കുള്ള ഫ്രണ്ട് ആരാ? ഇങ്ങോട്ട് പോരാനാണോ നിന്നെ ഞങ്ങൾ കോളേജിൽ വിടുന്നത്? ഈശ്വര, ഞാനിപ്പോ എന്താ പറയാ? പറയടി, ആരാ അവൻ? എന്തിനാ നീ അവനെ കാണാൻ ഇങ്ങോട്ട് വന്നത്? ഒരു കാരണവശാലും ഇവിടെ നടന്നത് വേറെ ആരും അറിയരുത്. നിരഞ്ജനേട്ടനെല്ലാം അറിഞ്ഞാൽ വീട്ടിലുള്ളവരെല്ലാം അറിയും. പിന്നെ ചേച്ചി ഈ കല്യാണത്തിന് ഒരിക്കലും സമ്മതിക്കില്ല. കല്യാണം മുടങ്ങും. ഇല്ല, ഞാൻ കാരണം എൻ്റെ ചേച്ചിക്ക് ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. ഡി, ചോദിച്ചത് കേട്ടില്ലേ നീ? ഇല്ലെങ്കിൽ കഴുത്തിന് ചുറ്റും നിനക്ക് നാക്കാണല്ലോ. ഇപ്പൊ എന്തേ അത് ഇറങ്ങിപ്പോയോ? അത് അത് അത്യാവശ്യമായിട്ടൊരു ഫ്രണ്ടിനെ കാണാൻ ഒരു കാര്യം. കുക്കു, നമുക്ക് ഇനിയും കാണണം. പട്ടി, എന്താടി അവനിപ്പോ കാണിച്ചതിന്റെ അർത്ഥം? ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം? നീയുമായി അവൻ എന്താ ബന്ധം? നീയൊന്നും പറയണ്ട. നിന്റെ ഈ കോലവും അഴിഞ്ഞിലിഞ്ഞ തലമുടിയും അവന്റെ ആ നിൽപ്പും ഗോഷ്ടിയും എല്ലാം കണ്ടപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായി ഇവിടെ എന്താ നടന്നതെന്ന്. നിന്നെക്കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും അല്ല വിചാരിച്ചത് കുക്കു. നിന്നെ എന്ത് സ്നേഹത്തോടെയാ നിന്റെ അച്ഛനും അമ്മയും എൻ്റെ ഏട്ടത്തെയും കൊണ്ട് നടന്നത്. എന്നിട്ട് നിനക്ക് എങ്ങനെ ചെയ്യാൻ തോന്നിയടി ആ പാവങ്ങളോട് ഇങ്ങനെ? നിന്നെപ്പോലെ ഒന്നിനെ തീറ്റി പോരുന്നതിനേക്കാളും നല്ലത് അവര് നിന്നെ അങ്ങ് കഴുത്ത് നെരിച്ച് കൊല്ലുന്നതാ. നിനക്ക് അത്രയ്ക്ക് മുട്ടി നിൽക്കുവാണെങ്കിലേ പറ നിന്റെ അച്ഛനോടും അമ്മയോടും മോളുടെ അസുഖം തീർക്കാൻ ഒരുത്തന്നെ തേടി പിടിച്ച് കണ്ടുപിടിച്ച് തരാനാന്ന്. ഇല്ലേലും മോള് വഴിയിൽ മാനം വിറ്റ് ജീവിക്കുന്നവരെക്കാളും തഴന്താരുന്ന വേല ചെയ്യുമെന്ന്. സുഖം തേടി പല ഹോട്ടലിലും പോകുമെന്ന്. നിർത്തണം. മൈൻഡ് യുവർ ലാംഗ്വേജ്. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് പോലെ ജീവിക്കും. ആരുടെ കൂടെ വേണമെങ്കിലും ജീവിക്കും. അതൊന്നും ഓർത്ത് താൻ പേടിക്കണ്ട. ഇത്രയ്ക്കങ്ങ് രോക്ഷം കൊള്ളാൻ ഞാൻ ആരാ? താൻ്റെ ഭാര്യയോ കാമിയോ ഒന്നും അല്ലല്ലോ. പിന്നെ താനിപ്പോ കുറെ പ്രസംഗം നടത്തിയല്ലോ. ഒരു നാള് സത്യം പുറത്ത് വരുമ്പോ താൻ തന്നെ പഠിക്കും. തന്റെ കണ്ണെ തന്നെ ശപിക്കും. അന്ന് ഞാൻ ചത്തില്ലെങ്കിൽ ഇതിനൊക്കെ ഞാൻ തന്നെ സാക്ഷിയാവും. മിസ്റ്റർ നിരഞ്ജൻ, ഒരു കാര്യം ഓർത്തു വെച്ചോ. കണ്ണുകൊണ്ട് കാണുന്നതെല്ലാം പൂർണ്ണ സത്യമാവണമെന്നില്ല. വഴിന്ന് മാറടോ. ഡി, നിക്കടിയോടെ വന്ന് വണ്ടി കയറ്. എന്റെ കൈ വിടടോ. വിടാൻ ഞാൻ തന്നെ വന്നോളാം. ഇല്ല, നീ തനിച്ചു പോകുന്നില്ല. നിന്റെ ഈ അഴിഞ്ഞോട്ടമുണ്ടല്ലോ എല്ലാരും അറിയട്ടെ. എന്നാ താ വേഗം ചെല്ല്. പോയി എല്ലാരെയും അറിയിക്കും. അതിന്റെ സമാധാനം ഞാൻ പറഞ്ഞോളാം. കൈ വിടടോ. നീ വീട്ടിലോട്ട് വാടി. നിന്റെ അഹങ്കാരത്തിനുള്ളത് ഞാൻ തരുന്നുണ്ട്. ഈശ്വര, ഒരാവേശത്തിന് എല്ലാവരോടും എല്ലാം പോയി പറഞ്ഞോളാൻ പറഞ്ഞു. വീട്ടിൽ ചെന്നാൽ നിരഞ്ജൻ വല്ലതും പറഞ്ഞാൽ ചേച്ചി ആകപ്പെടും. എല്ലാരും അറിയും. അതിനു മുമ്പ് എന്തേലും ചെയ്യണം. ഞാൻ നാണം കിട്ടാലും സാരമില്ല. ചേച്ചിയുടെ കാര്യം റെഡിയാവണം. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാമല്ലോ. അതുപോലെ എൻ്റെ ചേച്ചിക്കും അറിയാം. അത് മതി എനിക്ക്. തല പോയാലും ശരി, ഈ കല്യാണം മുടങ്ങാൻ പാടില്ല. ആഹാ, മോൻ വന്നോ? എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഡേ? നന്നായിരുന്നു അങ്കിൾ. നിരൂപ വന്നില്ല? ഇല്ല, ഏട്ടന് വൈകുന്നേരം OP ഉണ്ട്, വരാൻ ലേറ്റ് ആവും. ആഹാ, നീ വന്നോടാ. നിങ്ങളിവിടെ ഉണ്ടായിരുന്നോ? ഞാൻ വീട്ടിൽ നോക്കിയായിരുന്നു, ആരെയും കണ്ടില്ല. അത് പിന്നെ കുക്കുമോളെ പെണ്ണാണ് ആരോ വരുന്നുണ്ടെന്ന് ഇവൻ വന്ന് പറഞ്ഞപ്പം ഞങ്ങളങ്ങ് പോന്നു. വോട്ട്? പെണ്ണ് കാണലോ? ആടാ, പെണ്ണ് കാണാൻ. അതിന് നീ എന്തിനാ എങ്ങനെ ഞെട്ടുന്നേ? അല്ല, അവള് പഠിക്കുവല്ലേ? അതിപ്പോ കല്യാണം കഴിഞ്ഞാലും പഠിക്കാമല്ലോ. ചെക്കനാരാ? എവിടെന്നാ? ചെക്കൻ്റെ പേര് സിദ്ധാർത്ഥ്. ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റ് ആണ്. എൻ്റെ കൂടെ ബാങ്കിൽ ജോലി ചെയ്തിരുന്ന രാമേട്ടൻ്റെ മോന. രാമേട്ടന് ഇപ്പോൾ റിട്ടയറായി. ഈ പറഞ്ഞ പോലെ അവർ കുക്കുവിനെ കഴിഞ്ഞ ദിവസം അമ്പലത്തിൽ വെച്ചങ്ങാണ്ട് കണ്ടിഷ്ടപ്പെട്ടതാ. പെട്ടെന്ന് വന്ന ആലോചന നല്ലതെന്ന് തോന്നിയതുകൊണ്ട് ഞങ്ങളൊരു പെണ്ണാളിലങ്ങ് വെച്ചു. അങ്കിൾ, കുക്കു അവളെ സമ്മതിക്കോ? ഇപ്പോൾ എല്ലാവരോടും എല്ലാം പറയണോ? കുക്കുവിന് ഇന്ന് ഹോട്ടലിൽ കണ്ട പയ്യനെ ഇഷ്ടമാണെങ്കിൽ അതല്ലേ നടക്കേണ്ടത്? എന്നാലും അവളെ എന്തിനാ ഇത്രയും വേഗം എല്ലാവരും എൻ്റെ അടുത്ത് നിന്ന് പറിച്ചു മാറ്റുന്നത്? വെയിറ്റ്, വാട്ട്? ഞാനിപ്പോൾ എന്താ പറഞ്ഞത്? നിരഞ്ജൻ, നിനക്കെന്താ പറ്റിയത്? അവളെപ്പോലെ അഴിഞ്ഞടി നടക്കുന്ന ഒരുത്തിയെക്കുറിച്ച് ഓർത്ത് നീ എന്തിനാ ബോധേഡാവുന്നത്? എന്തായാലും അവള് വരട്ടെ. ഇപ്പോൾ പെണ്ണുകളിൽ നടക്കട്ടെ. എല്ലാവരുടെ സന്തോഷം കളയണ്ട. നിമ്മി, ദാ അവരെത്തി. ഏത് കഥാഭാഗ്യനാണോ വരുന്നത്? ഈശ്വര, അയാൾ ആരോടൊന്നും പറഞ്ഞു കാണല്ലേ. ഇതേതാ വേറൊരു കാര്യം. വിരുന്നുകാരുണ്ടെന്ന് തോന്നുന്നു. അമ്മേ, എത്തിയോ ചേട്ടമ്പി? മുന്നിൽ കൂടെ കയറി വരുമോ എന്നോർത്ത് പേടിച്ചിരിക്കുമായിരുന്നു ഞങ്ങൾ. വേഗം ചെല്ല്, പോയി കുളിച്ച് റെഡിയായിട്ട് വാ. എന്തിന്?
അത് കൊള്ളാം. പിന്നെ ആരവർക്ക് ചായ കൊണ്ടുപോയി കൊടുക്കും? അതിപ്പോ നിങ്ങൾ ആരെങ്കിലും കൊണ്ടുപോയി കൊടുക്കണം. ആ വന്നവർക്ക് എൻ്റെ മോളുടെ കയ്യിൽ നിന്ന് തന്നെ ചായ കുടിക്കണം. അവര് വന്നതേ പെണ്ണ് കാണാനാ. ആരെ? എന്നെ നിമ്മീനെയും കല്യാണം കഴിപ്പിച്ചയച്ചതാ. സ്മൃതി മോളെ നിരൂപന് വേണ്ടി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി വീട്ടിലെ കെട്ടുപ്രായമായ ഒരേ ഒരാൾ ഞങ്ങളുടെ കുക്കുമോള. നിന്നെ പെണ്ണാണാ വന്നവരവര്. എന്നെയോ? പറ്റില്ല. ആരോട് ചോദിച്ചിട്ടാ നിങ്ങള്? എനിക്ക് പഠിക്കണം. അതിപ്പോ കല്യാണം കഴിഞ്ഞാലും പഠിക്കാമല്ലോ. ആ പഠിപ്പ് എനിക്കറിയാം. അനാറ്റമിയും ബയോളജിക്കൽ പ്രാക്ടിക്കലും പിന്നെ അടുക്കളയിലെ കെമിസ്ട്രി അല്ലേ, അതിപ്പോ എനിക്ക് പഠിക്കണ്ട. ദേ നിനക്കിട്ടൊന്ന് തന്നുണ്ടല്ലോ. കുക്കുമോളെ വാ, ഇന്ന് വരാൻ. സത്യം പറയാലോ നിമ്മി, നിരഞ്ജൻ സമ്മതിക്കുമായിരുന്നേൽ കുക്കുമോളെ ഞാൻ എൻ്റെ മോളായിട്ട് എൻ്റെ വീട്ടിലോട്ട് കൂട്ടിയേനെ. അതിപ്പം ഓരോരുത്തർക്കും ഓരോ വിധിയല്ലേടി. അവളുടെ വിധി ഇതായിരിക്കും. എന്താ ചേച്ചി ഈ നടക്കുന്നത്? എന്നോട് ചോദിക്കാതെ ആരാ ഇതൊക്കെ? മോളെ നീ ഒന്ന് സമാധാനിക്ക്. അവരൊക്കെ താഴെയുണ്ട്. വെറുതെ ഒച്ച ഉണ്ടാക്കി അവരെ അറിയിക്കാതെ എന്റെ മോള് പോയി ഫ്രഷ് ആവ്. എന്നിട്ട് ഒന്ന് വന്ന് താഴെ നിൽക്ക്. ഇല്ലെങ്കിൽ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ നാണക്കേടാവും. ചേച്ചി അവിടെ ചെന്ന് നിന്ന് കഴിഞ്ഞ് അവർക്ക് എന്നെ ഇഷ്ടമായ കല്യാണം നടത്തില്ലേ? നിന്നോട് ചോദിക്കാതെ അച്ഛൻ എന്തായാലും അവർക്ക് വാക്കൊന്നും കൊടുക്കില്ല. എന്റെ പൊന്നു മോളല്ലേ, ചേച്ചിക്ക് വേണ്ടി ഒന്ന് വാ താഴേക്ക്. ഞാൻ വരാം. പക്ഷേ എന്ത് പക്ഷേ? നാളെ ഒരു ഡേറ്റിന് പോണം. എന്റെ ഡോക്ടറേറ്റ് എന്റെ കൂടെ പറ്റുമോ? എന്തോന്നാ ഡേറ്റോ? ഞാനോ? ആ ചേച്ചിയുടെ ചെക്കൻ്റെ കൂടെ. ചേച്ചി അല്ലാതെ പിന്നെ ഞാൻ അപ്പുറത്തെ വില്ലേജിഷയെ പറഞ്ഞു വിടാൻ പറ്റുമോ എനിക്ക് ഡേറ്റിന്? ഇത് കൊള്ളാം. പിന്നെ എന്നെ കൊണ്ടൊന്നും പറ്റില്ല. നീ വേറെ പണി നോക്ക്. അച്ഛനും അമ്മ എങ്ങനെ അറിഞ്ഞ് എന്നെ കൊല്ലും. ആരും കൊല്ലാനും തിന്നാനും ഒന്നും പോണില്ല. അവരെല്ലാരും സമ്മതിച്ചു. ഞാൻ സമ്മതിപ്പിച്ചു. എന്നാലും കുക്കു ഞാൻ ഒരെന്നാലും ഇല്ല. ചേച്ചി നാളെ പോവും. എല്ലാം നല്ല രീതിയിൽ അവസാനിച്ച നിരൂപേട്ടനെ സ്വീകരിക്കാന്ന് ചേച്ചി എനിക്ക് വാക്ക് തന്നതാ. അതിനൊന്നും തീർന്നില്ലല്ലോ രാഹുൽ. ഓ ആ പന്നിയുടെ കാര്യം ഇനി പറയണ്ട. അവൻ ഇനി തല പൊക്കില്ല. അതിനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ അവന് കൊടുത്തിട്ടുണ്ട്. നീ അവൻ എന്ത് ചെയ്തേ? പേടിക്കണ്ട, കൊന്നിട്ടൊന്നുമില്ല. ഞാനിപ്പം വെറും മൂലാധാരം കലക്കി എടുത്തിട്ടേ ഉള്ളൂ. ഇനി അവന്റെ അടിവേര് കൂടി പിഴുതെടുത്ത് കഷായം കൂടി അവനെ കുടിപ്പിച്ചിട്ട് വേണം എനിക്ക് നിന്റെ കല്യാണം കൂടാൻ. എന്താ കുക്കു ഉണ്ടായേ? അതിപ്പം ചേച്ചി തൽക്കാലം അറിയണ്ട. ഒരുറപ്പ് ഞാൻ തരാം. അവൻ ഇനി ചേച്ചിയുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ഇനി ഒരിക്കലും അവൻ ചേച്ചി ശല്യപ്പെടുത്തില്ല. കുക്കുമോളെ, ഞാൻ എങ്ങനെ നിന്നോട് നന്ദി പറയാം? മോളെ, നീ എനിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തില്ലേ? അയ്യേ എന്താടി ചേച്ചി ഇത്? നമ്മൾ ഒന്നല്ലേടി. നീ ഇല്ലേലും ഞാനുണ്ടോ? ഞാനില്ലേലും നീ ഉണ്ടോ? നിനക്ക് വേണ്ടി, നിന്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ എന്തും ചെയ്യൂടി. ഈ ലോകത്ത് ആരൊക്കെ വന്നാലും പോയാലും, നിന്നെ ആരൊക്കെ തള്ളി പറഞ്ഞാലും ഞാനുണ്ടാവൂടി നിന്റെ കൂടെ. മോളെ, എന്റെ പൊന്നു മോളെ. ഒരമ്മയുടെ വയറ്റിൽ നമ്മൾ ജനിപ്പിച്ചത് ഒരിക്കലും തള്ളിപ്പറയാനോ മാറ്റി നിർത്താനോ അല്ല. ഒന്നിച്ച് ജീവിതം ജീവിച്ചു തീർക്കാൻ വേണ്ടിയാ. ഒരാൾക്കും കൊത്തിപ്പറിക്കാൻ ഇട്ട് കൊടുക്കില്ല ഞാൻ നിന്നെ. നീ എന്റെ ചേച്ചിയാ, എന്റെ ചേച്ചിയമ്മ. സ്മൃതി മോളെ, ഒന്നിങ്ങ് വന്നേ. അപ്പൊ എങ്ങനെ എന്റെ ഏട്ടന്റെ കൂടെ ഡേറ്റിന് പോവൂ ഇല്ലയോ? പൊയ്ക്കോളാവേ. ഇപ്പൊ നീ റെഡിയായിട്ട് താഴേട്ട് വാ. ഇല്ലെങ്കിൽ അമ്മ നമ്മൾ ഇവിടുന്ന് പരലോകത്തേക്ക് ഒരു ഡേറ്റിന് വിടും. ആഹാ, എന്റെ ചേച്ചി ഫോം ആയല്ലോ. ഞാൻ വേഗം കുളിച്ചിട്ട് തരാം. വേഗം ചെല്ല്. സോറി ചേച്ചി, ഞാൻ ഹോട്ടലിൽ പോയതും രാഹുലിനെ കണ്ടതും അവിടെ വെച്ച് നിരഞ്ജനേട്ടനെ ഞങ്ങൾ തെറ്റിദ്ധരിച്ചതും ഒന്നും ചേച്ചി അറിയാൻ പാടില്ല. അറിഞ്ഞ ആ നിമിഷം ചേച്ചി സത്യം എല്ലാവരോടും വിളിച്ചു പറയും. ഈ കല്യാണം വേണ്ടാന്ന് വെക്ക്. ഇല്ല, ഒരിക്കലും അങ്ങനെ വരാൻ പാടില്ല. എന്തായാലും നിരഞ്ജനേട്ടനെ ഇതുവരെ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. അയാൾ ആരോടൊന്നും പറയാനും പാടില്ല. അതിനെന്തേലും ചെയ്യണം. ഹോ, പ്രേമിച്ചെങ്ങാനും കെട്ടിയാ മതിയായിരുന്നു. ഇതിപ്പോ അറേഞ്ച്ഡ് മാരേജ്. എന്തോ ഒരു അധിക ചെലവാണേ. ചായ, പഞ്ചാര, ബിസ്ക്കറ്റ്, മിച്ചറ്, ഉണ്ണിയപ്പം, സാരി, മുല്ലപ്പൂ, ഫേഷ്യല്. വരുന്നവന്മാരെ ഞെളിഞ്ഞ് കയറിയിരുന്ന് മാർക്കിട്ട് ഫുഡ് തട്ടി അങ്ങ് പോവും. എന്തോരം പൈസ ചെലവാ. ഒന്ന് മിണ്ടാതെ നിൽക്ക് മോളെ. അമ്മ എങ്ങാനും കേട്ടാ നിന്നെ കെട്ടിക്കും. ദാ പിടിക്ക് ചായ. ആ താങ്ക്സ് അമ്മേ, ദാഹിച്ചിട്ട് വയ്യായിരുന്നു. ഡി, ഇത് നിനക്ക് കുടിക്കാനല്ല, ഇത് അവർക്ക് കൊണ്ടുപോയി കൊടുക്ക്. ഓ, അമ്മയ്ക്ക് അങ്ങ് കൊടുത്തൂടെ? ഓ, അവരെന്നെ കാണാനല്ലല്ലോ, നിന്നെ കാണാനല്ലേ വന്നത്. വിശന്നിട്ട് വയ്യ മനുഷ്യന്, നാശം പിടിക്കാനായിട്ട്. 10 മിനിറ്റിനുള്ളിൽ എല്ലാം കഴിഞ്ഞ് അവരിവിടെ നിന്ന് ഇറങ്ങിപ്പോയില്ലെങ്കിൽ ഞാൻ വിമ്മ് വല്ല എനിക്ക് കൊടുക്കും എല്ലാത്തിനും. പറഞ്ഞില്ലാന്ന് വേണ്ട, ഇങ്ങോട്ടെടുക്ക് ചായ. ആ വന്നല്ലോ. ദേ ഇതാണ് ഞങ്ങളുടെ ചട്ടമ്പി കല്യാണി. ചായ കൊടുക്കും മോളെ.
ഓ, ഈ നാശം പിടിച്ചവൻ എന്താ പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ? നോട്ടം മുഴുവൻ അവളുടെ സ്ഥാനത്തും അസ്ഥാനത്തുമാണ്. വായി നോക്കി അവനെ കണ്ടാലറിയാം ഞരമ്പ് രോഗിയാണെന്ന്. ഇവൾ എന്താ അവനെ കൊണ്ട് അത് മുഴുവൻ കുടിപ്പിച്ചിട്ട് ഇങ്ങോട്ട് വരുവുള്ളൂ? ഇങ്ങോട്ട് വന്ന് നിൽക്കാൻ പാടില്ലേ ഇവക്ക്? മോളെ ദാ അതാ പയ്യൻ, കാര്യമായിട്ട് നോക്കിക്കോ കേട്ടോ. അയ്യടാ, നോക്കാൻ പറ്റിയൊരു മുതല് കണ്ടുകൊടുത്താലും മതി. കൃതിക എന്നാണല്ലേ പേര്? അതെ. ഇപ്പോ ഫൈനൽ ഇയർ ആണോ? ആ അതെ. അതെ ജയ, പണ്ടത്തെ കാലമൊന്നുമല്ല. മക്കള് തനിച്ചെന്തേലും സംസാരിക്കട്ടെ, അവരല്ലേ ഒന്നിച്ച് ജീവിക്കേണ്ടത്. ഓ, ഈ അച്ഛൻ ഇത് എന്തിന്റെ കേടാ? ഇവിടെ നിന്ന് സംസാരിക്കാനുള്ളത് സംസാരിച്ചാ പോരെ? ആ കൃതിക, വാടോ, നമുക്ക് പുറത്തോട്ട് നിൽക്കാം. ചേച്ചി ചെല്ല മോളെ പ്ലീസ്. ഹായ് കുക്കു. ഓ സോറി കൃതിക. ഹായ്. ഈ പൂക്കളൊക്കെ നന്നായിട്ടുണ്ട്. ഉം, ഇയാള് ഇളയ ആളാണല്ലേ? ഉം, ഫസ്റ്റ് പെണ്ണാണലാണോ? ഉം. എൻ്റെ മൂന്നാമത്തെയാ. എന്തോ തന്നെ അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോഴേ എനിക്കിഷ്ടായി. അന്വേഷിച്ചറിഞ്ഞു വന്നപ്പോഴാണ് ഇവിടുത്തെ കുട്ടിയാണെന്ന് അറിഞ്ഞത്. ഇയാള് മാത്രമേ പറയുള്ളൂ, എന്നോടൊന്നും ചോദിക്കാനില്ലേ? ആക്ച്വലി ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ലായിരുന്നു. ഇപ്പോഴാണ് പെണ്ണ് കാണാനുള്ള കാര്യമൊക്കെ അറിഞ്ഞത്, അതാ. ഓ ഭാഗ്യം, അപ്പോൾ സംസാരിക്കും. അപ്പോൾ അതാണ് പ്രശ്നം. ഞാൻ എന്നെ പറ്റി പറയാം. ആം സിദ്ധാർത്ഥ്, ഹൈക്കോർട്ടിൽ അഡ്വക്കേറ്റ് ആണ്. വീട്ടിൽ അമ്മ, അച്ഛ, ചേച്ചി, ചേട്ടൻ. അവർ മാരീഡാണ്. ഞാൻ ഇളയാളാണ്. ഇതുവരെ കഴിഞ്ഞില്ലേ? ഇതിന് മാത്രം അവൾക്ക് എന്താ സംസാരിക്കാന്? എന്നോട് പോലും അവള് നേരെ ചുവ സംസാരിക്കില്ല. അപ്പോഴാണ് ഇപ്പൊ കണ്ട അലവലാതിയോട്. അല്ല, അവൾ ആരോട് സംസാരിച്ചത് എനിക്കെന്താ? പോകാൻ പറ പുല്ല്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് പറയാൻ. എനിക്ക് ഇയാളെ ഒരുപാട് ഇഷ്ടമായി. കൂടെ കൂട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. എന്നെ ഇഷ്ടമായെങ്കിൽ അച്ഛനോട് പറഞ്ഞാൽ മതി. ഇഷ്ടമായില്ലെങ്കിൽ ഇതാ എൻ്റെ കാർഡ്, ഇതിലെൻ്റെ നമ്പറുണ്ട്, വിളിച്ച് പറഞ്ഞാൽ മതി. ഓക്കെ. എങ്കിൽ നമുക്ക് അങ്ങോട്ട് പോവാം. എന്നാ ഞങ്ങൾ ഇറങ്ങുക. കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയിച്ചാൽ മതി. ആ, ജാതകം നോക്കിയിട്ട് മോളുടെ അഭിപ്രായം കൂടെ അറിഞ്ഞിട്ട് ഞങ്ങൾ അറിയിക്കാം. അവൻ തന്നെ നോക്കി ഒലിപ്പിക്കുന്നത് കണ്ടില്ലേ? അങ്ങനെ ഇപ്പൊ കാണണ്ട. നല്ല പയ്യൻ. ശരിയാ, നല്ല വിനയവും നല്ല സ്വഭാവവും. പിന്നെ ഹരിചന്ദ്രനല്ലാണ്. ഒരു വിധത്തില് കുക്കു വിവാഹം കഴിഞ്ഞ് പോകുന്നതാണ് നല്ലത്. കെട്ട് കഴിയുമ്പോഴെങ്കിലും ഒരടക്കവും ഒതുക്കവും ഒക്കെ വന്നാലോ. എല്ലാവരും കൂടി ആലോചനയായിട്ട് മുന്നോട്ട് പോകുന്നെങ്കിൽ പോട്ടെ. ഞാനൊന്നും പറയാതിരിക്കുന്നതാ ഇപ്പൊ 2 കുടുംബത്തിനും നല്ലത്. എന്നാലും അപാര തൊലിക്കെട്ടി തന്നെ ഇവക്ക്. ഒരുത്തൻ്റെ കൂടെ ഹോട്ടലിൽ പോയി അഴിഞ്ഞാടി കഴിഞ്ഞ ഉടനെ അടുത്തവൻ്റെ മുന്നിൽ പോയി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നു. വല്ലാത്തൊരു പെണ്ണ് തന്നെ. ആ, അവനെങ്കിലും കിട്ടി അവനിൽ ഒതുങ്ങിയാൽ മതിയായിരുന്നു. പക്ഷെ അവനാൾ ശരിയല്ല. അവൻ്റെ നോട്ടം കണ്ടാലറിയാം അവൻ ഞരമ്പ് രോഗിയാണെന്ന്. അവക്ക് ഇവനൊക്കെ തന്നെ ധാരാളം. അവളുടെ ലൈഫായി. അവൾ എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ. ഞാനെന്തിനാ ടെൻഷൻ ആവുന്നത്? എന്താടാ നീ ആലോചിച്ചിരിക്കുന്നത്? ഒന്നുമില്ല, ഞാൻ ആ കുക്കുവിന്റെ കല്യാണക്കാര്യം ആലോചിക്കുമായിരുന്നു. കല്യാണോ? ഏട്ടൻ അറിഞ്ഞില്ലായിരുന്നല്ലേ? കുക്കുവിനെ ഇന്ന് പെണ്ണ് കാണാൻ വന്നിരുന്നു. ഏകദേശം ഉറപ്പിച്ച പോലെയാ. നാളെ ജാതകം കൂടെ നോക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓഹോ, ഇതിനിടയിൽ ഇത്രയൊക്കെ കാര്യങ്ങളൂടെ നടന്നോ? എന്തായാലും ഞാനൊന്ന് പോയി ഫ്രഷ് ആവട്ടെ. മാധുരി, ഇന്ന് കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ ഞാൻ കുക്കുവിനെ കണ്ടു. അവൾ അങ്ങനെ ചെയ്യുന്ന ഒരു പെണ്ണാണെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഡൽഹിയിലൊക്കെ ഓക്കെ, പക്ഷേ ഇവിടെ കേരളത്തിൽ ശരിയാ. നമ്മൾ പ്രേമിച്ചപ്പോഴും കിസ് ചെയ്തിട്ടുണ്ട്, ഒന്നിച്ച് നടന്നിട്ടുണ്ട്. പക്ഷെ കൈവിട്ട കളിക്ക് നമ്മൾ പോയിട്ടുണ്ടോ? ഇതെന്താണെന്നറിയില്ല. അവൾ അങ്ങനെ അവിടെ വെച്ച് കണ്ടപ്പം കൊല്ലാനുള്ള ദേഷ്യം എനിക്ക് വന്നത്. പോരാത്തതിന് അവളുടെ അധിക പ്രസംഗം. എനിക്ക് ചെറിയൊരു ഇഷ്ടവും വാത്സല്യവും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം ഇന്നത്തോടെ പോയി കിട്ടി. ഒരു വിധത്തിൽ കല്യാണം തന്നെ അവൾക്കുള്ള ബെറ്റർ ഓപ്ഷൻ. കെട്ടിപ്പോട്ടെ. ഹോട്ടലിൽ കൂടെ തെണ്ടി നടക്കുന്നത് നിൽക്കുമല്ലോ. അവളായി അവളുടെ ജീവിതം. ഞാനായിട്ട് അവളുടെ ലീലാവിലാസം ആരെയും അറിയിക്കുന്നില്ല. നിരഞ്ജ, നീ വേദനിക്കുന്നത് എനിക്കിഷ്ടമല്ല. എങ്കിലും ഇപ്പോൾ എന്നോട് പറഞ്ഞ ഈ വാക്കുകളെ, ഇന്ന് നീ എൻ്റെ ഭാവിയോട് പറഞ്ഞ വാക്കുകളെ ഓർത്ത് ആർത്ത് കരയുന്ന ദിവസം ദൂരെയല്ല. അവളെ ഓർത്ത് നീ ഒരുങ്ങാൻ പോകുന്ന ദിവസം വിദൂരമല്ല നിരഞ്ജ. ഇനി നടക്കാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് നീയോ എൻ്റെ ഭാവിയോ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാവും. മോളെ, അച്ഛൻ അങ്ങോട്ട് വരാവോ? അച്ഛാ വാ.
മോക്ക് വയറുവേദന കുറഞ്ഞോ? ആ കുറഞ്ഞച്ചാ. ഉം, മോള് പഠിക്കുമായിരുന്നോ? അതെ. ആ പിന്നെ മോള് ഭക്ഷണം കഴിച്ചോ? ബാങ്ക് മാനേജറെ വളച്ചൊടിക്കാതെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോ, ഇത്രയ്ക്ക് ഇൻട്രോ ഒന്നും വേണ്ട. മോളെ അത് പിന്നെ അവര് വിളിച്ചായിരുന്നു, അഭിപ്രായം എന്താണെന്നറിയാം. ആര്? ഇന്ന് വന്ന പയ്യന്റെ വീട്ടുകാര്. ഓഹോ. മോക്ക് ഇഷ്ടമായോ ആ പയ്യനെ? അച്ഛൻ ഇഷ്ടായോ? നല്ല പയ്യനാ, അച്ഛൻ അന്വേഷിച്ചായിരുന്നു. എല്ലാവർക്കും ഇഷ്ടായോ? ഇഷ്ടായി. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എനിക്കിഷ്ടായി. നിങ്ങളുടെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടം. അപ്പോഴേ ആ കഥകിന്റെ മറുകിൽ നിൽക്കുന്ന ചേച്ചിയും അമ്മയും ഇങ്ങ് കയറിപ്പോര്. ഹോ, ഇപ്പോഴാ സമാധാനമായത്. നീ നോ പറയുമെന്നും പറഞ്ഞ് ഈ മനുഷ്യൻ പേടിച്ച ഇങ്ങോട്ട് വന്നത്. അത് പിന്നെ നിന്റെ റിയാക്ഷൻ അറിയില്ലല്ലോ. പൊട്ടിത്തെറിയാണെങ്കിൽ അച്ഛൻ തന്നെ വാങ്ങിച്ചോട്ടേ നോർത്തു. അതാ ഞങ്ങൾ ഇങ്ങനെ കളിച്ചു തന്നത്. എൻ്റെ ചേച്ചിയുടെ സന്തോഷം എനിക്ക് എന്നും ഇതുപോലെ കാണണം. അതിനുവേണ്ടി എനിക്ക് അയാൾ പറയുന്നതൊക്കെ അനുസരിക്കേണ്ടി വന്നാലും സാരമില്ല. അങ്കിൾ, കുക്കു എവിടെ? മുകളിലുണ്ട് മോനെ. അവക്കിപ്പോ വയറുവേദന എങ്ങനെയുണ്ട്? കുറവുണ്ടെന്ന് തോന്നുന്നു. മോൻ പോയി നോക്ക്, അവള് റൂമിൽ കാണും. ഓക്കെ അങ്കിൾ. ഹലോ, സ്വപ്നത്തിൽ നിന്ന് ഉണർന്നാലും. ഏയ് താനോ? ഞാനാ. നീ എന്താ ഓർത്തെ? നിന്നെ മറ്റവനാണെന്നോ? ഡോ, കൂടുതൽ ഒച്ചയൊന്നും വെക്കണ്ട. ഞാനൊരു താക്കീത് തരാനായിട്ട് വന്നതാ. എന്ത് താക്കീത്? ഇന്നുണ്ടായ കാര്യങ്ങളൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, പറയുന്നതുമില്ല. പ്രായത്തിന്റെ എടുത്തുചാട്ടത്തിൽ പറ്റിയൊരു തെറ്റ്. പക്ഷെ ഇനി നീ ഇത് ആവർത്തിക്കരുത്. വീട്ടുകാർ പറയുന്നത് കേട്ട് ഈ കല്യാണം കഴിച്ച് ഒതുങ്ങി ജീവിക്കാൻ നോക്ക്. ഇയാൾക്കിത് എന്തിന്റെ സൂക്കേടാ? ഇത് എന്റെ ലൈഫാണ്. ഞാൻ എന്ത് വേണമെന്ന് ഞാനല്ലേ തീരുമാനിക്കേണ്ടത്. ദേ, ഒരു കീറ് വെച്ചൊന്നുണ്ടല്ലോ. വേണ്ട വേണ്ടാന്ന് വെക്കുമ്പോ മര്യാദയ്ക്ക് പറയുന്നത് കേട്ടാ പരിക്കുകളില്ലാതെ നിനക്ക് രക്ഷപ്പെടാം. ഇല്ലെങ്കിൽ നീ ഒരുപാട് മേടിച്ച് കൂട്ടും. ഓ, നാശം പിടിക്കാനായിട്ട്. പിന്നെ ഇനി നീ അവനായി കണ്ടെന്നെങ്ങനെ ഞാൻ അറിഞ്ഞ നിന്റെ കാല് വരെ നിലത്തടിക്കുന്ന പറഞ്ഞില്ല എന്ന് വേണ്ട. ഇനി അവനായിട്ട് ഒന്നും വേണ്ട നിനക്ക്. അല്ല, ഇത്രയും സ്വാതന്ത്ര്യം എന്റെ കാര്യത്തിലെടുക്കാൻ താൻ ആരാ? എന്റെ അച്ഛനോ? അതോ ഫ്രണ്ടോ? അതോ കാമുകനോ? പറയുന്നത് കേട്ടാ നിനക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ നിനക്കിട്ട് തന്നെ കൊള്ളൂ. ഓ, മുട്ടിയാനായിട്ട് ഇങ്ങനെ പറയുന്നത് കേൾക്കാം. ഇല്ലെങ്കിൽ എല്ലാവരും അറിയും. എന്തായാലും സമയമുണ്ടല്ലോ, എല്ലാം ശരിയാക്കാം. ഞാൻ സമ്മതിച്ചോളാം കല്യാണത്തിന്. പിന്നെ നിന്റെ കള്ള വയറുവേദനയൊക്കെ എങ്ങനെയുണ്ട്? കുറഞ്ഞോ? കുറഞ്ഞു. തലവേദന തുടങ്ങിയിട്ടുണ്ട് ചില വയ്യാവേലിയിൽ വന്നപ്പോ തൊട്ട്. എന്താ? ഒന്നുമില്ല, ഒന്ന് ഇറങ്ങി പോവോ? ഡാ, ഏട്ടാ, നീ ഇത് എവിടെ പോയതായിരുന്നു? ഞാൻ വെറുതെ കുക്കുവിന്റെ വയറുവേദനയുടെ കാര്യം ചോദിക്കാനായിട്ട്. പാവം എന്റെ കുട്ടി. അത്രയ്ക്ക് പാവമൊന്നും അല്ല അവള്. എനിക്കറിയാൻ മേലാത്തോട് ചോദിക്കാം. നിനക്ക് എന്താടാ എപ്പോഴും ആ കൊച്ചിന്റെ മേലെ കുതിര കയറാനാണല്ലോ നിനക്ക് നേരം. ഓ പിന്നെ നീ പുച്ഛിക്കണ്ട. കൊച്ചിലെ അവളുടെ പിന്നെന്ന് മാറില്ലായിരുന്നു നീ. കുക്കുവാവേ എന്റെയാ, കുക്കു പെണ്ണ് എന്റെയാ, ഞാൻ കുക്കു പെണ്ണിനെ കല്യാണം കഴിക്കും എന്നൊക്കെ പറഞ്ഞു നടന്നിരുന്നവനാ. അവളെ കെട്ടിപ്പിടിച്ച് കിടക്കാതെ ഉറക്കം വരാതിരുന്ന ചെക്കന. അവക്ക് വേണ്ടി മഞ്ചാടിക്കുരു പറക്കാനും അവളെ ഒരുക്കി നടത്താനും ആരെങ്കിലും അവളെ നുള്ളി നോവിച്ച തല്ലുണ്ടാക്കാനും മുന്നിൽ നിന്നിട്ട് ചേർക്കണം. ഇപ്പൊ അതിനെ കണ്ണെടുത്താ കണ്ടുകൂടാ. ഡൽഹിക്ക് പോയതുകൊണ്ടാ സത്യത്തിൽ നിങ്ങളുടെ ഈ ബന്ധം ഇവിടെ മുറിഞ്ഞു പോയത്. ഇല്ലായിരുന്നെങ്കിൽ നിന്റെ ഫസ്റ്റ് ലവ്, ഫസ്റ്റ് കിസ്, ഫസ്റ്റ് ക്രഷ് എല്ലാം അവളായേനെ. ഫസ്റ്റ് ലവ്, ഫസ്റ്റ് കിസ്. അതെന്താ ഏട്ടൻ അങ്ങനെ പറഞ്ഞേ? എൻ്റെ ഫസ്റ്റ് ലവ്, ഫസ്റ്റ് കിസ് ഒക്കെ അവളായിരുന്നു. ആൽബം എന്തേ? കിട്ടി. ചേട്ടാ, ചെയ്യാത്ത തെറ്റിന്റെ പേരില ഇപ്പൊ ഞാൻ പഴി കേട്ടോണ്ടിരിക്കുന്നത്. പക്ഷെ എനിക്ക് കുറച്ച് സമാധാനമുണ്ട്. ചേച്ചിയുടെ കാര്യം സേഫ് ആയല്ലോ, എനിക്കത് മതി. നിരഞ്ജന എന്നോട് തല്ലും വഴക്കും ഒക്കെ ഉണ്ടാക്കുമെങ്കിലും ഇന്ന് ഞാൻ പറഞ്ഞത് കുറച്ച് കൂടിപ്പോയെന്ന് എനിക്കറിയാം. അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞില്ലായിരുന്നെങ്കിലെങ്കിൽ എല്ലാവരും എല്ലാം അറിഞ്ഞേനെ. സാരമില്ല, ഞാൻ തെറ്റുകാരിയായാലെന്താ, എൻ്റെ ചേച്ചി രക്ഷപ്പെട്ടല്ലോ. എന്നാലും നിരഞ്ജനേട്ടൻ പറഞ്ഞത് കേട്ടപ്പോൾ ഞാനെന്നെ ഇല്ലാണ്ടായിപ്പോയി. ഇത്രയ്ക്ക് വെറുപ്പുണ്ടായിരുന്നോ ആ മനുഷ്യൻ എന്നോട്? സത്യം എന്താന്ന് പോലെ അറിയാതെ ഇപ്പം എന്നെ നിങ്ങൾ കുറ്റപ്പെടുത്തുന്നു. നാളെ ഒരു ദിവസം
അതിലും വലിയ കുറ്റബോധത്തോടെ നിങ്ങൾ നിൽക്കുന്നത് ദൈവം എനിക്ക് കാട്ടിത്തരും. ഹലോ മാഡം. ആ ഏട്ടാ. എന്താ മോളെ, എന്തിനാ മോള് കരയുന്നത്? ഏയ് ഒന്നുമില്ല, കണ്ണില് കരട് പോയതാ. മോളെ, നീ എന്നോട് കള്ളം പറയാൻ നോക്കണ്ട. എന്താ ഉണ്ടായേ? എന്തിനാ മോള് കരയുന്നത്? ഏയ് ഒന്നുമില്ല ഏട്ടാ. മോളെ സത്യം പറ, നിനച്ച് നിന്നെ എന്തെങ്കിലും പറഞ്ഞോ? അപ്പോൾ അത് തന്നെയാണ് കാര്യം. അവൻ ഇന്ന് ഞാൻ വേണ്ട വേണ്ടാന്ന് വെക്കുമ്പോൾ അവന്റെ സൂക്കേട് ഞാൻ ഇന്ന് തീർത്തു കൊടുക്കുന്നുണ്ട്. അയ്യോ ഏട്ടാ, ഒന്നുമില്ല, നിരഞ്ജനേട്ടനൊന്നും ചെയ്തില്ല. പിന്നെ എന്തിനാ നീ കരയുന്നത്? കോളേജിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തായാലും ഏട്ടനോട് പറ. ഏട്ടനുണ്ടല്ലോ മോളുടെ കൂടെ. ഏട്ടാ ഞാൻ അത് പിന്നെ എന്താ എന്റെ ഏട്ടന്റെ മോക്ക്? ഏട്ടനില്ലേ നിന്റെ കൂടെ? പറ, എന്താ എന്റെ മോക്ക് പറ്റിയത്? കരച്ചിൽ നിർത്തിയിട്ട് പറ. ഏട്ടാ അത് പിന്നെ ഞാൻ പറയാം. പക്ഷെ ഇത് നമ്മൾ രണ്ടാളും അല്ലാതെ മറ്റൊരാളിത് അറിയില്ല എന്ന ഏട്ടൻ എനിക്ക് വാക്ക് തരണം. നിന്റെ സംസാരത്തിൽ നിന്ന് കാര്യം സീരിയസ് ആണെന്ന് എനിക്ക് മനസ്സിലായി. വാക്ക് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന കാര്യം മറ്റാരും അറിയില്ല. ഏട്ടൻ ആരോടും പറയില്ല. ഇത് കുക്കുവിന്റെ ഏട്ടന്റെ വാക്ക്. ഏട്ടൻ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ എൻ്റെ ചേച്ചി ഏട്ടനോടൊരു താല്പര്യം കാണിക്കാത്ത പോലെ? ആ, നേരത്തെയൊക്കെ. ഇപ്പൊ ചെറിയ മാറ്റം ഉള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഏട്ടൻ അന്നൊരിക്കൽ ചോദിച്ചില്ലേ ചേച്ചിക്ക് വേറെ ആരോടെങ്കിലും ഇഷ്ടമാണോ എന്ന്? ചോദിച്ചായിരുന്നു. അതിനിപ്പോ എന്താ? ചേച്ചിക്ക് ഒരാളെ ഇഷ്ടമായിരുന്നു. ആരെ? രാഹുൽ കൃഷ്ണ. ചേച്ചിയുടെ കോളേജിൽ സീനിയർ ആയിരുന്നു. സുന്ദരൻ, സുമുഖൻ, സൽസ്വഭാവി, കോളേജിലെ സൂപ്പർ ഹീറോ ആയിരുന്നു അവൻ. പക്ഷേ ആർക്കും അറിയാത്തൊരു മുഖം കൂടി അവനുണ്ടായിരുന്നു. ഒരു വേറെ പിടിച്ച നായയുടെ മുഖം. അവൻ പിച്ച് ചിന്തി എറിഞ്ഞ പെൺകുട്ടികൾക്കെല്ലാം ആ മുഖം കണ്ടിട്ടുണ്ട്. ചേച്ചിക്ക് മുന്നേ എനിക്ക് രാഹുലിനെ അറിയാം. എൻ്റെ കൂട്ടുകാരി മുബീനയെ +2 വെച്ച് പ്രണയിച്ച് വഞ്ചിച്ച ശേഷം വയറ്റിലൊരു കുഞ്ഞിനെ സമ്മാനിച്ച് അവൻ നാട് വിട്ടു കളഞ്ഞു. കുടുംബത്തിൻ്റെ മാനവും തൻ്റെ മാനവും നഷ്ടപ്പെട്ടെന്ന് പേടിച്ച് വരച്ച എൻ്റെ മുബീന ഒരു തുണ്ട് കായലിൽ ജീവിതം അവസാനിപ്പിച്ചു. അതിൻ്റെ പിന്നാലെ പോയി സമയം കളയാൻ ആർക്കും തോന്നിയില്ല. അതുകൊണ്ട് എല്ലാവരും ആ കേസ് വെറും ഒരു ആത്മഹത്യയായിട്ട് മാറുകയായിരുന്നു. ചേച്ചി രാഹുലുമായി ഇഷ്ടത്തിലാണെന്ന് ഞാൻ അറിഞ്ഞത് വളരെ വൈകിയായിരുന്നു. അറിഞ്ഞപ്പോൾ എതിർക്കുകയും ചെയ്തു. എങ്കിലും പ്രണയത്തിൽ അന്തായിപ്പോയ ചേച്ചി ഒന്നും വിശ്വസിച്ചില്ല. ഒടുവിൽ ചേച്ചി അറിയാതെ അവനെടുത്ത ചേച്ചിയുടെ ബാത്റൂം ക്ലിപ്പിങ്സ് കാട്ടി ചേച്ചിയെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ചേച്ചിക്കെല്ലാം മനസ്സിലായത്. അത് വെച്ച് അവൻ എൻ്റെ ചേച്ചിയെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. ചേച്ചി അവൻ്റെ കൂടെ അവൻ്റെ ആഗ്രഹത്തിന് ചെന്നില്ലെങ്കിൽ ആ ക്ലിപ്പിങ്സ് ഒക്കെ ഇന്റർനെറ്റിൽ പബ്ലിഷ് ആക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. കാര്യം ഞാൻ അറിഞ്ഞപ്പോഴേക്കും അല്പം വൈകിയിരുന്നു. എങ്കിലും ചേച്ചിയെ ഹെൽപ്പ് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. അതിൻ്റെ ആദ്യത്തെ പടി എന്നോളം അവൾക്ക് ധൈര്യം കൊടുത്ത് അവനെതിരെ സംസാരിക്കാൻ പ്രേരിപ്പിച്ചു. പക്ഷേ അതിൻ്റെ ദേഷ്യം അവൻ തീർത്തത് എൻ്റെ ബാത്റൂം ക്ലിപ്പിംഗ് കാണിച്ചായിരുന്നു. അപ്പം ഞാൻ തീരുമാനിച്ചു അവൻ്റെ അടിവേര് പിഴുതെടുക്കാന്ന്. നീ എന്താ ചെയ്തേ? ഞാൻ എൻ്റെ ചേച്ചിക്ക് വേണ്ടി ചെയ്തതായിട്ടാ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടം എൻ്റെ ചേച്ചീനെ. അതുകൊണ്ടാണ് ഞാൻ ചേച്ചിയെ സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടിയാണ് ഞാൻ. പക്ഷെ നിരഞ്ജൻ അവനെന്താ ചെയ്തേ? നിരഞ്ജനേട്ടൻ എന്നെ രാഹുലിനെ ഒരുമിച്ച് ആ ഹോട്ടൽ റൂമിൽ കണ്ടു. ഞങ്ങള് തെറ്റിദ്ധരിച്ചു. പോലെ ഒന്നിനെ തീറ്റി പോരുന്നതിനേക്കാളും നല്ലത് അവര് നിന്നെ അങ്ങ് കഴുത്ത് നെരിച്ച് കൊല്ലുന്നതാ. നിനക്ക് അത്രയ്ക്ക് മുട്ടി നിൽക്കുവാണെങ്കിലേ പറ നിന്റെ അച്ഛനോട് അമ്മയോടും മോളുടെ അസുഖം തീർക്കാൻ ഒരു തന്നെ തീരെ പിടിച്ച് കണ്ടുപിടിച്ച് തരാനാണ്. ഇല്ലേലും മോള് വഴിയിൽ മാനം വിറ്റ് ജീവിക്കുന്നവരെക്കാളും താഴ്ന്ന വേല ചെയ്യുമെന്ന്. സുഖം തേടി പല ഹോട്ടലിലും പോകുമെന്ന്. നിർത്തണം. മൈൻഡ് യുവർ ലാംഗ്വേജ്. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് പോലെ ജീവിക്കും. ആരുടെ കൂടെ വേണ്ടവരെ ജീവിക്കും. അതൊന്നും ഓർത്ത് താൻ പേടിക്കണ്ട. ഇതൊക്കെ പുറത്താരെങ്കിലും അറിഞ്ഞ പിന്നെ എൻ്റെ ചേച്ചി ജീവിച്ചിരിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ആരോടൊന്നും പറയാതെ. കുക്കുമോളെ ഇങ്ങനെ കരയല്ലേ? ഏട്ടന്റെ നെഞ്ച് പൊട്ടിപ്പോവുക. നിരഞ്ജന് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കാം എന്നോട്. വേണ്ടേട്ട, ഞാനാ മാപ്പ് പറയേണ്ടത്. എല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഞാൻ ഏട്ടനെ ഈ ബന്ധത്തിലേക്ക് ഏട്ടനെ ചതിക്കാൻ കഴിയില്ല എന്നുള്ള പേരില്ല ചേച്ചി വീട്ടിൽ നിന്ന് അകലും വലിച്ചത് പോലും. എൻ്റെ ചേച്ചിയെ വെറുക്കരുത്, വേണ്ടാന്ന് വെക്കരുത്. ഞാൻ കാല് പിടിക്കാം. കുക്കുമോളെ, നിന്റെ ചേച്ചിയെ കാണും വരെ നിന്റെ ഏട്ടൻ വേറെ ഒരു പെണ്ണിനെ മോഹിച്ചിരുന്നില്ല, സ്നേഹിച്ചിരുന്നില്ല. ഇന്ന് അവളിൽ കൂടുതൽ മറ്റാരെയും സ്നേഹിക്കാൻ എനിക്കാവില്ല. അത്രയ്ക്ക് ഇഷ്ടമാടി എനിക്ക് നിന്റെ പൂച്ചക്കുട്ടി ചേച്ചിയെ. നീ ചെയ്തതിൽ ഒരു തെറ്റുമില്ല. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും ഒരു പക്ഷെ ഇതൊക്കെ തന്നെ ചെയ്തേനെ. ഏട്ടന് ദേഷ്യമുണ്ടോ എൻ്റെ ചേച്ചിയോട്? എന്തിന്?
അവൾ ഒരാളെ സ്നേഹിച്ചു. അയാൾ അവളെ പറ്റിച്ചതിനും ചതിക്കാൻ നോക്കിയതിനും ആ പാവ എന്ത് ചെയ്യാനാ? സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ നിന്റെ ചേച്ചിയോടുള്ള ഇഷ്ടം കൂടിയിട്ടേ ഉള്ളൂ. എന്നെ ചതിക്കാൻ കഴിയാത്തത് കൊണ്ടല്ലേ അവൾ എന്നിൽ നിന്ന് അകലം പാലിച്ചത്. ഇനി ആരും ഒന്നും അറിയില്ല. എല്ലാത്തിനും ഞാനുണ്ട് കൂടെ. പിന്നെ ഞാൻ നോക്കിക്കോളാം നിന്റെ ചേച്ചി പൊന്നുപോലെ. ആർക്കും വിട്ടുകൊടുക്കില്ല ഞാൻ അവളെ ഇനി. താങ്ക്സ് ഏട്ടാ, താങ്ക് യു സോ മച്ച്. പെണ്ണിന്റെ പൊക്കിളിന് താഴെയും മുട്ടിനിടയിലും എന്തോ വലുത് ഒളിപ്പിച്ചിരിക്കുന്നു എന്നാണ് ഓൾമോസ്റ്റ് എല്ലാവരുടെയും ധാരണ. ഞാൻ ആ കൂട്ടത്തിൽ പെടുന്ന ആളല്ല. എന്നെ അതിന് കിട്ടുകയില്ല. ഞാൻ സ്നേഹിച്ചത് സ്മൃതിയാണ്, അവളുടെ മറ്റൊന്നിനെയല്ല. എനിക്ക് വേണം അവളെ. ഞാൻ നോക്കും എൻ്റെ പെണ്ണായിട്ട്. താങ്ക്സ് ഏട്ടാ. ഏയ് എൻ്റെ ചട്ടമ്പി കല്യാണി, ഇനി ഇതിൻ്റെ പേരും പറഞ്ഞ് ഇങ്ങനെ കരഞ്ഞേക്കരുത്. നിരഞ്ജന് അവന് കാര്യങ്ങളൊന്നും അറിഞ്ഞാത്തോണ്ടല്ലേ അങ്ങനെ പറഞ്ഞത്. ആ തെറ്റിദ്ധാരണയൊക്കെ മാറിക്കോളും. മോള് സങ്കടപ്പെടേണ്ട. ഈ ഏട്ടനുണ്ട് നിന്റെ കൂടെ. ഏട്ടൻ എന്നോട് ദേഷ്യമുണ്ടോ? ദേഷ്യോ? ഇഷ്ടം കൂടിയതേ ഉള്ളൂ എനിക്ക് ഈ വായാടി കുഞ്ഞിനോട്. സ്വന്തം ജീവിതം പോലും സാരയില്ല, ചേച്ചിയുടെ ജീവിതം നന്നായിരിക്കണം എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങാൻ നിൽക്കുന്ന നിങ്ങളെപ്പോലെ 2 പേര് നിങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്കൊരൊറ്റ സങ്കടമേ ഉള്ളൂ, ഈ ഏട്ടൻ്റെ സ്വന്തം കൂടപ്പറപ്പായിട്ട് നീ ജനിച്ചില്ലല്ലോ ഒന്ന്. ഏട്ടാ, നിരഞ്ജനേട്ടന് ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാലോ? ഉണ്ടാക്കാനായിരുന്നെങ്കിൽ അവൻ എപ്പോഴേ ആകായിരുന്നു. ഇനിയിപ്പോൾ ഉണ്ടാക്കിയാലും ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. എന്നാലും നിരഞ്ജന ഞാൻ കുക്കുവിനോട് അങ്ങനെ പ്രതികരിച്ചത്? അവൻ സാധാരണ അങ്ങനെ അല്ലല്ലോ. എന്താ ഏട്ടാ ആലോചിക്കുന്നേ? ഏയ് ഒന്നുമില്ല. പിന്നെ ഏട്ടാ, ഞാനിത് സങ്കടം സഹിക്കാൻ പറ്റാത്തോണ്ട് പറഞ്ഞു പോയതാ. ചേച്ചി ഉൾപ്പെടെ വേറെ ആരും ഇതറിയരുത്. ഇല്ല മോളെ, അറിയില്ല. വാക്ക് എല്ലാവരോട് പറഞ്ഞപ്പം സമാധാനമായി. നാളെ ഡേറ്റിന് പോകുമ്പം ഏട്ടൻ ചേച്ചിയോട് പ്രേമം ഉണ്ടാകണമെന്നൊന്നും ചോദിച്ച് വിഷമിപ്പിക്കല്ലേ? ഇല്ല മാഡം. അതിനു മുമ്പ് ഈ ഡേറ്റ് എങ്ങനെ? സത്യം പറയാലോ മോളെ, ഓർത്തിട്ട് കയ്യും കാലം വരയ്ക്കുക. എന്താ ചെയ്യേണ്ടതെന്നൊരു പിടിയുമില്ല. ആഹാ, ബെസ്റ്റ്. നീ കളിയാക്കാതെ. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? ഒന്ന് പറഞ്ഞതാ. ചേച്ചിക്ക് ഡ്രൈവിംഗ് വലിയ ഇഷ്ടം. സോ ഏട്ടൻ എത്ര ദൂരേക്ക് കൊണ്ടുപോയാലും ചേച്ചി കൂടെ ഇരുന്നോളും. പിന്നെ ചേച്ചിക്ക് കോഫി ഇഷ്ടമാണ്, വിത്ത് ചിക്കൻ കട്ട്ലേറ്റ്. മധുരം വലിയ താല്പര്യമില്ല. പാട്ട് ഇഷ്ടമാണ്, സിനിമ ഇഷ്ടമാണ്, ഫോട്ടോഗ്രാഫി ഇഷ്ടമാണ്, സംസാരിക്കാൻ ഇഷ്ടമാണ്, ബുക്ക് വായിക്കാൻ ഇഷ്ടമാണ്. ആ മതി 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 മതി, ഏകദേശം രൂപം കിട്ടി. പിന്നെ നിന്നെ പിന്നാണ് ആരൊക്കെ വന്നു അറിഞ്ഞു? എങ്ങനെയുണ്ട് എന്റെ കുഞ്ഞളിയൻ? ആളെങ്ങനെ, ചുള്ളനാണോ? ആ, എനിക്കൊന്നും അറിയില്ല, ഞാൻ നോക്കിയില്ല. അതെന്താ, നിന്റെ പെണ്ണാണനല്ലേ വന്നത്? ആയിരുന്നു. പിന്നെന്താ അറിയില്ല എന്ന് പറഞ്ഞത്? ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ലായിരുന്നു ഏട്ടാ, അതുകൊണ്ട് ഞാനൊന്നും നോക്കിയില്ല. ആഹാ, ബെസ്റ്റ്. എന്നാ പിന്നെ എന്റെ മോൾ കിടന്നോ, ബാക്കി നാളെ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ഏട്ടാ. ജീവ, എന്താ സീമേ? നമ്മുടെ നിരഞ്ജൻ സമ്മതിക്കുമായിരുന്നെങ്കിൽ കുക്കുവിനെ കൂടെ നമുക്ക് മോളായി കൂടെ നിർത്തായിരുന്നു. നീ എന്താ സീമേ ഈ പറയുന്നത്? കുക്കുമോള് ആളൊരു വികൃതിയാണെങ്കിലും സ്നേഹിക്കാൻ നല്ലൊരു മനസ്സുണ്ടവൾക്ക്. അവളെ നമ്മുടെ നിരഞ്ജൻ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ചെറുതായിട്ട് ആഗ്രഹിച്ചിരുന്നു. നിനക്ക് ഇപ്പോഴാണ് അത് പറയാൻ തോന്നിയത്? അല്ലേ തന്നെ അവൻ അതിന് സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? മാത്രമല്ല, മാധുരി മരിച്ചിട്ട് ഇപ്പോഴല്ലേ അവനൊന്ന് ഓക്കെ ആയി വന്നത്. സാരയില്ലടി, കുക്കു നമ്മുടെ മോളല്ലേ. നമ്മുടെ മോന് യോഗയില്ല, നമുക്കും. മക്കളെ, വേഗം റെഡിയായിട്ട് വാ, ജോൾസിന് ഇപ്പം എത്തും. ആ അമ്മേ, ഇപ്പം വരാം. ജോത്സ്യം, മാങ്ങാത്തൊലി, മനുഷ്യനെ പറ്റിക്കാൻ ഉണ്ടാക്കി വെച്ചേക്കുന്ന സാധനം. അതെന്തേലും ആവട്ടെ, നീ വാ. ഞാൻ വരാം. നിങ്ങളുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അപ്പം ഞാൻ കയറിപ്പോരും. എനിക്കങ്ങനെ വയ്യ അങ്ങേൻ്റെ പ്രസംഗം കേട്ട് നിൽക്കാൻ. ഓക്കെ, സമ്മതിച്ചു. നീ ഇപ്പം വാ. ഏട്ടൻ നല്ല ഗ്ലാമർ ആയിട്ടുണ്ടല്ലോ. ഇപ്പൊ കണ്ടാണല്ലോ ആ പഴയ കോളേജ് പയ്യനെ പോലെ തോന്നുന്നു. ഫസ്റ്റ് ഡേറ്റ് അല്ലേ, പോയി അടിച്ച് വിളിച്ചിട്ട് വാ. ഒന്ന് പോടാ അങ്ങോട്ട്. ഈശ്വര, തേൻ്റെ ഏട്ടൻ ബ്ലഷ് അടിക്കുന്നു. എനിക്ക് വയ്യ. ഡാ മതി മതി. ഏട്ടതിരെ നേരത്തെ ഹാജർ വെച്ചല്ലോ. நேசிப்பதும் சுவாசிப்பதும் உந்தயவால் தானே. ஏங்குகிறேன் ஏங்குகிறேன் உன் நினைவால் தானே. അല്ല, മാക്കറിക്കുഞ്ഞിനെ കണ്ടില്ലല്ലോ. എവിടെ പോയി? അല്ലെങ്കിൽ ബോബനെ മോളിലും പട്ടിയെ പോലെ ചുറ്റിക്കറങ്ങി നടക്കുന്നതാണല്ലോ. നീ എന്തുവാടാ ഈ നോക്കുന്നേ?
ഏയ് ഒന്നുമില്ല. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിമ്മയാൻറ്റി കുക്കുമോൾ എവിടെ? ഞാനിവിടെ ഉണ്ടേ. മോളിത് എവിടെയായിരുന്നു? അത് സിദ്ധാർത്ഥേട്ടന്റെ ജാതകമായിട്ട് പുള്ളിയുടെ അളിയൻ വന്നായിരുന്നു. അപ്പം അത് മേടിക്കാനായിട്ട് അങ്ങോട്ട് പോയതാ ഞാൻ. എന്നിട്ട് കിട്ടിയോ? ആ കിട്ടിയച്ചാ. അയ്യടാ, ഒരു സിദ്ധാർത്ഥേട്ടൻ. ഇന്നലെ കണ്ട അലവരാതി വരെ അവ കേട്ടാന്ന് വിളിക്കാം. എന്നെ മാത്രം വായി തോന്നിയത്. ആ മക്കളെ, ജോത്സ്യൻ വന്ന് ജാതകം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങിക്കോ. പിന്നെ ഡേറ്റിന് പോകുന്നതൊക്കെ കൊള്ളാം. ഇരുട്ടുന്നതിന് മുന്നേ വീട്ടിൽ കയറിയേക്കണം. പിന്നെ ചട്ടമ്പിക്ക് എന്താ ഇന്നത്തെ പരിപാടി? ഇതുവരെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. എങ്കിൽ നീ വാ കുക്കു ഞങ്ങളുടെ കൂടെ. അത് അല്ല, അവളിങ്ങനെ ബോറടിച്ചിവിടെ ഇരിക്കണ്ടല്ലോ എന്നോർത്ത് ഞാൻ പറഞ്ഞത്. ഒരു വിധത്തിൽ കുക്കു കൂടെ ഉള്ളത് നല്ലതാണ്. എന്തെങ്കിലും ഒരു അഡ്വൈസ് വേണമെങ്കിൽ ചോദിക്കാമല്ലോ. ആ കുക്കു പോര്. ഏയ് ഞാനോ? ഞാൻ നിങ്ങളുടെ കൂടെ വന്നിട്ട് എന്ത് ചെയ്യാനാ? ഒന്നും ചെയ്യണ്ട, കൂടെ പോന്നാ മതി. ആ ഞാൻ വരാം. രണ്ടിനും പേടിയാ, അതുകൊണ്ടാ എന്നെ കൂട്ടി വിളിക്കുന്നത്. ഓ, എന്നെ കൂടെ ഇവർക്ക് വിളിച്ചൂടെ? ഞാനുണ്ടെങ്കിൽ അവൾക്കൊരു കമ്പനി ആവില്ലേ? ഭദ്രകാളി ഒന്നും നോക്കുന്നത് പോലുമില്ല. പിന്നല്ലേ കമ്പനി. അല്ലേലും എന്നെ അവൾക്ക് കണ്ടുപിടിക്കില്ലല്ലോ. ഞാനൊന്നും പോണില്ല. ആ ദേ ജോത്സ്യൻ എത്തി. നിരൂപ് പൂരിട്ടാതി നക്ഷത്രം, സ്മൃതി അശ്വതി നക്ഷത്രം. 10ൽ 10 പൊരുത്തമുണ്ട്. ഇവർ ശരിക്കും ഒന്നിക്കാൻ വേണ്ടി ജനിച്ചവർ തന്നെയാണ്. ഇത്രയും ചേർച്ചയുള്ള നാളുകൾ ശരിക്കും അപൂർവമാണ്. അവർ ഒരിക്കലും പിരിയില്ല. വെച്ചടി കയറ്റമായിരിക്കും ഇവരൊന്നിച്ചാൽ. എൻ്റെ അമ്മേ, കയറി കയറി ആകാശം തൊടുവായിട്ടാ. മിണ്ടാതിരിക്കട തെണ്ടി. കൃത്തിക കാർത്തിക നക്ഷത്രം, സിദ്ധാർത്ഥ് ആയില്യം നക്ഷത്രം. എന്താ തിരുമേനി, എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് ചോദിച്ചാൽ 10ൽ 7 പൊരുത്തമുണ്ട്. പക്ഷേ എന്തൊക്കെയോ പ്രശ്നങ്ങൾ മോളുടെ ജാതകത്തിലുണ്ട്. മോളെ ചുറ്റിപ്പറ്റി ഒരാത്മാവിൻ്റെ സാന്നിധ്യം കാണുന്നുണ്ട്. ഇക്കാലത്ത് ആരെങ്കിലും അതൊക്കെ നോക്കുമെന്നറിയില്ല. എങ്കിലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ശിവന്റെ അമ്പലത്തിൽ ഒരു പായസം കഴിച്ചേക്കണം. ദോഷങ്ങൾ മാറാൻ വേണ്ടിയാണ്. ശരി തിരുമേനി, എങ്കിൽ പിന്നെ 2 കൂട്ടരുടെ നിശ്ചയം ഒന്നിച്ച് നടത്താൻ പറ്റുന്നൊരു ഡേറ്റ് കൂടി നോക്കുകയല്ലോ. ഈ വരുന്ന ഞായറാഴ്ച ഒരു നല്ല ദിവസമാണ്. 11നും 11:30 ഇടയ്ക്കുള്ള സമയത്ത്. ആ ശരി തിരുമേനി, എങ്കിൽ അങ്ങനെ തീരുമാനിക്കാം. വിവാഹത്തിന്റെ തീയതി ഞാൻ വിശദമായി ഒന്നുകൂടെ നോക്കിയിട്ട് അറിയിക്കാം. ചേച്ചി, ഞാൻ ഈ കോൾ ഒന്ന് അറ്റൻഡ് ചെയ്തിട്ട് വരാം. ഏട്ടാ, ഞാൻ റൂമിലോട്ട് പോവാം. എനിക്കൊരു അർജന്റ് മെയിൽ അയക്കാനുണ്ട്. തിരുമേനി, ഇതെൻ്റെ ഇളയ മകൻ്റെ ജാതകമാണ്. വിവാഹം എപ്പോഴാണെന്നൊന്ന് നോക്കി പറയുമോ? ഒരുപാട് വിഷമങ്ങൾ കൊണ്ട് നടക്കുന്ന മനസ്സാണ്. ഇപ്പോഴുള്ള ഈ സാഹചര്യം എല്ലാം വൈകാതെ മാറും. വിവാഹം ഉടനെ നടക്കും. വരുന്ന പെണ്ണ് പാർവതി ദേവിയെ പോലെ പരിശുദ്ധയായിരിക്കും. തന്നിലെ പാതി അവളാണെന്ന് തിരിച്ചറിഞ്ഞ ശിവനെ പോലെ ഒരിക്കലും പിരിയാതെ ആർക്കും അടർത്തി മാറ്റാൻ കഴിയാത്തൊരു ബന്ധമായിരിക്കും അത്. പിന്നെ ഇപ്പോൾ സതിയുടെ വിയോഗത്തിൽ വിഷമിക്കുന്ന ശിവനെയാണ് കാണുന്നത്. പക്ഷേ ഉടനെ അതിനും മാറ്റം വരും. പാർവതി ദേവിയിലേക്ക് ആ ശിവന് അലിയാതിരിക്കാനാവില്ല. തിരുമേനി എന്തൊക്കെയാ ഈ പറയുന്നത്? എല്ലാം വഴിയെ മനസ്സിലായിക്കോളും. പിന്നെ കുട്ടികൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് പറയുവാണ്. കൃതിക മോളുടെ ജാതകവും നിരഞ്ജനുമായി 10ൽ 10 പൊരുത്തമുണ്ട്. സത്യം പറഞ്ഞാൽ ഒന്നിച്ച് ജീവിക്കേണ്ടവരെന്ന് ദൈവം എഴുതി വെക്കില്ലേ, അതുപോലെയാണ് അവർ 2 പേരും. പിന്നെ ഇവർ 4 പേരും ഒരിക്കലും പിരിയില്ല. സാധാരണ കുടുംബങ്ങളിൽ നടക്കുന്ന വഴക്കോ പിണക്കോ ഒന്നും ഇവർ 4 പേര് ഇടയിൽ ഉണ്ടാവില്ല. കുക്കുമോള് ഒരുപാട് നന്മകളുള്ള ഒരു കുട്ടിയാണ്. പക്ഷേ മോളുടെ കാര്യത്തിൽ നല്ല ശ്രദ്ധ വേണം. ഇതിൽ കണ്ടതെല്ലാം ഒന്നും എനിക്ക് പറയാനാവില്ല. എന്തായാലും ഒരു ഡേറ്റ് ഞാൻ അറിയിക്കാം 2 വിവാഹങ്ങൾക്ക് വേണ്ടി. ഈ ജാതകങ്ങൾ ഞാൻ കൊണ്ടുപോവാണ്. നിരഞ്ജനെ വേണോ? വേണം. എങ്കിൽ ഞാൻ ഇറങ്ങുവാണ്. നിശ്ചയത്തിന്റെ തലേന്ന് ആരെങ്കിലും അങ്ങോട്ട് അയച്ചാൽ മതി. ഡേറ്റ് കുറിച്ച് ഞാൻ കൊടുത്തുവിടാം. ശരി തിരുമേനി. ഓ, അപ്പോൾ അതിലൊരു തീരുമാനമായി. ഇതിപ്പോൾ ബാക്കി കാര്യങ്ങൾ നോക്കിയാൽ മതിയല്ലോ. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു ജാതകങ്ങൾ തമ്മിൽ ചേരുമോന്ന്.
എങ്കിൽ പിന്നെ മക്കളെ നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങിക്കോ, താമസിക്കണ്ട. ആ അച്ഛാ, ഞങ്ങൾ ഇറങ്ങാം. കുക്കു അവളിവിടെ? ഞാനിവിടെ ഉണ്ട് ഏട്ടാ, ഒരു കോള് വന്നതാ, അതാ ഞാൻ അങ്ങോട്ട് പോയത്. നിരഞ്ജൻ എന്ന ഹോസ്പിറ്റലിൽ പോണോ രൂപേട്ടാ? ഇല്ല, അവനിനി നാളെ പോയാൽ മതി. എങ്കിൽ നിരഞ്ജനെ കൂടെ വിളിക്കായിരുന്നു നമുക്ക്. ഒറ്റയ്ക്ക് ഇരിക്കുവല്ലേ ഇവിടെ, കുക്കുവിനൊരു കൂട്ടാവും. മനമറിയുന്നോള് ഇവളാ കെട്ടിയോള്. ഞാൻ മനസ്സിൽ കണ്ടത് അവളെ മാനത്ത് കണ്ടു. എനിക്ക് വയ്യ. ഈശ്വര, ആ വൈകവീര്യനും കെട്ടിയെടുക്കുന്നുണ്ടോ? ഓ, പോകണ്ടായിരുന്നവരുടെ കൂടെ. ഏട്ടാ, ഞാൻ വരണോ? നിങ്ങൾ മൂന്നുപേരും കൂടെ പോയാൽ പോരെ? അതൊന്നും പറഞ്ഞാൽ ഇനി ശരിയാവില്ല. നീയും വരണം, അതിൻ്റെ ഒരു മാറ്റമില്ല. ആ ജോത്സ്യം വന്നപ്പോൾ എനിക്ക് കണ്ടകശനിയുടെ ആരംഭം ഉണ്ടോന്ന് നോക്കേണ്ടതായിരുന്നു. എൻ്റെ കൂടെ കൂടിയേക്കുമല്ലേ ആ ശരി. സ്മൃതി, ഇതിപ്പം നിരഞ്ജൻ കൂടെ വരുമെന്ന് അറിയാൻ വയ്യല്ലോ. ആ കാര്യം ഒരു തേട്ടം പേടിക്കണ്ട, ഞാൻ ഏറ്റു. നിങ്ങളിവിടെ നിൽക്ക്, ഞാനിപ്പോൾ വരാം. നിരഞ്ജൻ, ഏട്ടത്തി. ഇന്ന് ഡ്യൂട്ടി ഇല്ലല്ലോ, ഓഫല്ലേ? അതെ, എൻ്റെ ഏട്ടത്തി. എങ്കിൽ നീയും വാ ഞങ്ങളുടെ കൂടെ. ഞാനോ? നിങ്ങൾ ഡേറ്റിന് പോകുന്നിടത്ത് ഞാനെങ്ങനെയാ? കുക്കും വരുന്നുണ്ടല്ലോ, അവക്കൊരു കമ്പനി കൊടുക്കാൻ വേണ്ടിയാ. കമ്പനിയല്ല, അവളുടെ കൂടെ പോയ തലയിൽ വല്ല കമ്പി എടുത്തടിക്കും ഞാൻ. വരുന്നില്ലേ നീ? ഞാനില്ല ഏട്ടത്തി, നിങ്ങൾ പോയിട്ടോ. നിന്നെ ഒന്ന് സഹായിക്കാന്ന് ഓർത്ത് ഞാൻ പറഞ്ഞതാ. ഇനിയിപ്പോ ഉള്ളത് നീ കൈനീട്ടി അങ്ങ് വാങ്ങിച്ചോ. എന്താ ഏട്ടത്തി? നിന്റെ അമ്മാവിന്റെ മോളില്ലേ മീനാക്ഷി, അവൾ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. സത്യമാണോ? ഞാൻ നേരത്തെ താഴെ ഇരുന്നപ്പോ കേട്ടതാ. എനിക്കറിയാം ആ വാലുപോയ പെണ്ണിനെ, എന്റെ ജൂനിയർ ആയിരുന്നു, കുക്കുവിന്റെ ആജന്മ ശത്രുവാ. എനിക്കതിനെ കാണുന്നതിനേക്കാളും വലിയ കലിയൊന്നുമില്ല. സത്യത്തിൽ എന്നെ കെട്ടണമെന്ന് പറഞ്ഞ് നടപ്പാ അവള്. കുറെ നാളായി, എപ്പോഴും വിളിക്കും, ഞാൻ എടുക്കാറില്ല. പിന്നെ എന്നെ കിട്ടിയില്ലെങ്കിൽ ഏട്ടനെ വിളിക്കും. സഹി കെട്ട് ഞാൻ പിന്നെ ഫോൺ എടുക്കും. ആഹാ, അങ്ങനെ ഒരു കഥ ഉണ്ടല്ലേ. അപ്പൊ പിന്നെ എങ്ങനെ, ഇവിടെ ഇരിക്കുവാണോ അതോ? അയ്യോ എൻ്റെ പൊന്നേട്ടത്തി, അതിന്റെ വായി പോയി പെടുന്നതിനേക്കാളും നല്ലത് ഞാൻ നിങ്ങളുടെ കൂടെ വരുമോ. എനിക്കൊന്നും വയ്യ, ഞാനും വരുന്നു. എങ്കിൽ വേഗം വാ, ഞങ്ങള് കാറ് കാണും. ഓക്കെ ഏട്ടത്തി. ഏട്ടാ, ഏട്ടന് കിട്ടിയതൊരു മാലാഖ്യനാണ് ഏട്ടാ. എന്നോട് ഇത്രയും വലിയ കരുണ കാണിച്ചില്ലേ. നീയും വരുന്നുണ്ടോ? ഇല്ലേലും നിങ്ങൾ വരുമ്പോ എന്റെ പല്ലും നഖവും മാത്രമേ കാണൂ. എന്തോന്ന്? നിരൂപേട്ടാ, മീനാക്ഷി വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോ ചാടി പോയതാ നമ്മുടെ കുപ്പിയിലെ കുട്ടിഭൂതം. മീനാക്ഷി ആരാത്? ഓഹോ, ഇതിനെവിടെ പ്രതീക്ഷിച്ചായിരുന്നോ? നീങ്ങിയിരിക്കടി അങ്ങോട്ട്. ഇയാളെന്താ ആനയാണോ ഇത്രയും സ്ഥലം പോയെ? പോരാ, എനിക്ക് വിശാലമായിരിക്കണം. എങ്കിലേ ചെല്ല്, ആ പുത്രി കണ്ട മൈതാനത്ത് പോയിരിക്കും. ഡി നിന്നെ ചുപ്പ് മിണ്ടരുത്. രണ്ട് കണ്ണിന് നേരെ കണ്ടാ തുടങ്ങിക്കോളെ രണ്ടും കൂടെ. ആരാ ഈ മീനാക്ഷി? ഈശ്വര, ഗേൾഫ്രണ്ട് ആണോ? അല്ല, ആണെങ്കിൽ തന്നെ എനിക്കെന്താ? കുക്കു, ദാറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. നമുക്ക് എങ്ങോട്ടാ പോവേണ്ട ആദ്യം? നമുക്ക് കൊച്ചിക്ക് വിട്ടാലോ? ആദ്യമായിട്ടാ ഇങ്ങനത്തെ വായനൊരു നല്ല കാര്യം കേട്ടത്. എങ്കിൽ ഓക്കെ, എന്നാ നമുക്ക് കൊച്ചിക്ക് വിടാം. സ്മൃതി വാടോ, നമുക്കൊരു കോഫി കുടിച്ചാലോ? ഓക്കെ, കുടിക്കാട്ടാ. നിങ്ങൾക്ക് വേണോ കോഫി? എനിക്ക് വേണ്ട ഏട്ടാ. കുക്കുമൊക്കെ ചേച്ചി കരിക്ക് മേടിച്ചു തരാം, വാ. അതെന്താ കരിക്ക്? അവക്കതാ ഇഷ്ടം. എങ്കിലേ ഞാൻ ദേ വണ്ടി അവിടെ പാർക്ക് ചെയ്ത് വരാം, നിങ്ങൾ ഇവിടെ ഇറങ്ങിക്കോ. വാടോ, കോഫി കുടിക്കാം. തനിക്ക് കോഫി പറയട്ടെ സ്മൃതി? ഏട്ടാ. ഹലോ, 2 കോഫി പ്ലീസ്. ഓക്കെ സാർ. പിന്നെ ഇനി എന്താ, എനിക്ക് ഡേറ്റ് പോയൊന്നും വലിയ ശീലമില്ല, അതുകൊണ്ട് എന്ത് ചെയ്യണം ചോദിക്കണം എന്നൊന്നും ഒരു പിടിയില്ല. അത് സാരല്ല ഏട്ടാ, എല്ലാം അറിയാനും മനസ്സിലാക്കാനും നമുക്ക് സമയമുണ്ടല്ലോ. പിന്നെ വിവാഹം കഴിഞ്ഞ് സ്മൃതിക്ക് പഠിക്കാൻ പോവാൻ കേട്ടോ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെ താൻ പഠിച്ച് MBA വല്ലതും എടുത്താൽ നമ്മുടെ നാട്ടിലെ കമ്പനി തനിക്ക് നോക്കായിരുന്നു. ഏട്ടാ, ഞാൻ അതിനെപ്പറ്റി ആലോചിക്കാം. സോ കോഫി. താങ്ക് യു. പിന്നെ താൻ ഓക്കെ ആണോ ഈ അറേഞ്ച് മാരേജ് ഒക്കെ ആയിട്ട്? ഞാൻ ഒട്ടും വിചാരിച്ചതല്ല ഇത്ര വേഗം ഒരു കല്യാണം. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. കല്യാണം കഴിഞ്ഞാലും ഏട്ടന് എനിക്ക് കുറച്ച് ടൈം തരണം, എല്ലാം ഒന്ന് താളത്തിലാവാനുള്ള സമയം. ഹെഡോ, താനിങ്ങനെ പാനിക്കൊന്നും ആവേണ്ട കാര്യമില്ല. ഇന്നത്തെ ദിവസം താൻ എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തിട്ട് എല്ലാം കൊണ്ടും ഞാൻ തനിക്ക് പെർഫെക്റ്റ് ആണെന്ന് തോന്നിയാൽ മാത്രം നമുക്ക് കല്യാണം കഴിക്കാം. ഇൻ കേസ് തനിക്ക് ഓക്കെ അല്ലാന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് നല്ല ഫ്രണ്ട്സായിട്ട് പോകാം. ഏട്ടൻ ശരിക്കും ഓപ്പൺ മൈൻഡഡ് ആണ്.
ആക്ച്വലി ഐ ലൈക്ക് ദാറ്റ്. താൻ കോഫി കുടിക്കും. ഏട്ടാ നമ്മള് ഇനി എങ്ങോട്ടാ പോകുന്നേ? നമുക്ക് മാളിൽ പോയി കുറച്ച് ഷോപ്പിംഗ് നടത്താം, എന്നിട്ട് എങ്ങോട്ട് പോകണമെന്ന് നോക്കാം. നിരഞ്ജനം കുക്കു ഉള്ളതല്ലേ? രണ്ടാളെയും കാണുന്നില്ലല്ലോ. ആ ശരിയാണല്ലോ, രണ്ടും തല്ലി പിരിഞ്ഞോ ആവോ. സ്മൃതി, ആ അജു, നീ എന്താണ് ഇവിടെ? ഓ ഈ കാട്ടുമാക്കാനോ? ഞാനോ കുറച്ച് മീൻ മേടിക്കാൻ വന്നതാ. കോഫി ഹൗസിലാതാണല്ലോ കിട്ടുക. ഒന്ന് പോടാ. ഞാൻ എറണാകുളം വരെ ഒന്ന് പോവാടി. മാളിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. ഇനി അങ്ങോട്ട് കെട്ടിയെടുക്കാത്തതിന്റെ കുഴപ്പമേ ഉള്ളൂ. ആഹാ, ഞങ്ങൾ അങ്ങോട്ടാ. ഞങ്ങളോ? ആ, ഞാനും കുക്കും നിരൂപേട്ടനും നിരഞ്ജനും. കുക്കുനെ എനിക്കറിയാം, നിരൂപേട്ടനും നിരഞ്ജനും അതാരാ? ഹലോ, ഡോക്ടർ നിരൂപ്. ഓ മൈ ഗോഡ്, ഡോക്ടറിനെ ഞാൻ കണ്ടില്ല. ഐ എം റിയലി സോറി. ആ എനിക്ക് തോന്നി, ഇല്ലേലും നിനക്ക് എന്നെ കണ്ടി കാണൂല. ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞോ? ഏയ് ഇല്ലടോ. ഡോക്ടർ സ്മൃതിയുടെ ആരാ? ഓയ് മിസ്റ്റർ അജുമോനെ. ആഹാ, ഇതാര്? കിളിക്കാൻ പറ്റിയോ? അയ്യടാ, കിളിക്കാൻ പറ്റി നിങ്ങളുടെ മറ്റവള്. ഇത് എപ്പോ ഒന്ന് ചാടി? കുറച്ച് ദിവസമായി. പിന്നെ എന്തൊക്കെയുണ്ട് മോനെ വിശേഷം? ഓ അങ്ങനെയൊക്കെ അങ്ങ് പോണ്. പിന്നെ നിങ്ങൾ ഗൾഫിൽ നിന്ന് വന്നിട്ട് എനിക്കൊന്നും കൊണ്ടുവന്നില്ലേ? ആ പിന്നെ ഒരു ഒട്ടകത്തിന് ഞാൻ വീട്ടിൽ കെട്ടിയിട്ടിട്ടുണ്ട്. നീ വരുമ്പോ തന്നു വിടാം. ഒന്ന് പോവാ ചേട്ടാ. ഇവളിതാരോടെ എത്ര കളിച്ച് ചിരിച്ച് സംസാരിക്കുന്നത്? ഏട്ടാ കോഫി കുടിച്ചോ? ആടാ കഴിഞ്ഞു. അല്ല ഇതാരാ കുക്കു, നിന്റെ ആളാണോ? ഏയ് എന്റെ ആളൊന്നുമല്ല, ഇത് നിരൂപേട്ടന്റെ അനിയനാ, അച്ഛന്റെ ഫ്രണ്ടിന്റെ മോനാ, ഡോക്ടർ നിരഞ്ജൻ. ഓ നൈസ് ടു മീറ്റ് യു ഡോക്ടർ. വെൽ ഐ ആം അജു. അജു എന്ന് വിളിക്കും. സ്മൃതിയുടെ ഫ്രണ്ടാണ്. ആ അജു, നീ കൊച്ചിയിലേക്കല്ലേ? ഞങ്ങളുടെ കൂടെ പോര്. അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായാലോ? ആവും ആവും. ഇങ്ങനെയാണെങ്കിൽ നല്ല രീതിയിൽ ബുദ്ധിമുട്ടാവും. എന്ത് ബുദ്ധിമുട്ട് നിരൂപേട്ട? ഇവൻ കൂടി വരട്ടെ അല്ലേ? പിന്നെന്താ സ്മൃതി, അവനോട് വരട്ടെ. അജു വാടാ. കണ്ടോ, നീ വാടാ. ഡി കുരുപ്പേ, ഏതവനാടി അവൻ? ഇന്നലെ മുതൽ അവൻ എന്റെ പെണ്ണിന്റെ പറയാ. അവന്റെ ഒരു സ്മൃതി വിളി. ആ അത് ചേച്ചിയുടെ ക്ലാസ്മേറ്റ് ആണ് കേട്ടാ. ചെറിയൊരു കോഴിയും പഞ്ചാരയാണ്, പേടിക്കണ്ട, ഉപദ്രവകാരിയല്ല. എന്തായാലും ഇവൻ മിക്കവാറും എന്റെ ടെമ്പർ തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്. ഓ ആരാടാ അത്? കുറെ നേരമായല്ലോ. മീനാക്ഷിയാണ് ഏട്ടാ, ഞാനിപ്പോ വരാം. ആരേട്ടാ ഈ മീനാക്ഷി? ഓ ഞങ്ങളുടെ അമ്മാവന്റെ മോളാ. ഓ അവള്. അല്ല, അമ്മാവന്റെ മോളെന്ന് പറയുമ്പോ മുറപ്പെണ്ണാണോ? അതെ, അവനെ കേട്ടോളെന്ന് പറഞ്ഞ ഒറ്റക്കാലി നിപ്പ ആ പെണ്ണ്. ഷേ, ഒറ്റക്കാലിൽ നിന്ന വീഴില്ലേ, ഇടയ്ക്ക് ഇരിക്കാൻ പറ. പോടി എവിടെന്ന്. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ആ കോഴിക്കുഞ്ഞിന്റെ പൂച്ച കുഞ്ഞിനെ കൊത്തി പറിച്ചോ എന്തോ. പിന്നെ ഏട്ടൻ വയലന്റ് ആയില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. എന്താടി? ആ അജുവേട്ടന്റെ ദിവ്യപ്രേമമാണ് ഏട്ടാ ചേച്ചി. ആഹാ, ബെസ്റ്റ്, കംപ്ലീറ്റ് ആയി. പേടിക്കണ്ട, ചേച്ചിക്ക് ജസ്റ്റ് ഫ്രണ്ടിനെ പോലെ. ആശ്വാസം. കുക്കു, ഇതിനെയും കൊണ്ട് എങ്ങനെയാ ഞാൻ കൊച്ചിക്ക് പോവുക? കുരുട്ട് ബുദ്ധിയുടെ കലവറയല്ലേ ഏട്ടാ ഏട്ടന്റെ കൂടെ നിൽക്കുന്നത്. ഞാൻ സെറ്റാക്കി തരാം ആ കോഴിക്കുഞ്ഞിനെ. എങ്ങനെ? ഇച്ചിരി തവിടും പിണ്ണാക്കും ഇട്ട് കൊടുക്കും, ദാറ്റ്സ് ഓൾ. എന്തുവാ? ഒന്നുമില്ല, ചെല്ല് പൂച്ചക്കുഞ്ഞിനെ നോക്ക്. മഴപ്പാറ്റയുടെ ഫോൺ വിളി കഴിഞ്ഞില്ലാവോ? എന്താപ്പോ ഇത്രയ്ക്ക് സൊള്ളാൻ? അല്ല, അയാൾ സൊള്ളുന്നതിന് എനിക്കിപ്പോ എന്ത് തേങ്ങ? സൊല്ലോ കൊല്ലോ എന്താന്ന് വെച്ചാ ചെയ്യട്ടെ. ആ ചേച്ചി, പിന്നെ മുന്നിലോട്ടിരുന്നോ. ഞാനും അജുവേട്ടനും നിരഞ്ജൻ ഡോക്ടറും കൂടി പിന്നിലിരുന്നോളാം. ആ മോളെ. അതെന്താ സ്മൃതി അവിടെ ഇരിക്കുന്നത്? ഇവിടെ ഇരുന്നോടെ. അത് പിന്നെ അജുവേട്ടാ, അവരിപ്പോ ഭാര്യയും ഭർത്താവാൻ പോകുന്നവരല്ലേ. ഭാവിയെ കുറിച്ച് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാ. വാട്ട്, ദേ ആർ കമ്മിറ്റഡ്? എക്സാക്ട്ലി. ഇന്നാണ് എൻഗേജ്മെന്റ് ഡേറ്റ് എടുത്തത്. മിക്കവാറും സൺഡേ ആയിരിക്കും. ഓ ഞാനിത് ഒട്ടും വിചാരിച്ചില്ല. കൺഗ്രാറ്റ്സ് ഡി. താങ്ക്സ് ഡാ. ഡോക്ടർ, കൺഗ്രാറ്റ്സ് ആൻഡ് യു ആർ സോ ലക്കി ടു ഹാവ് ഹർ. താങ്ക് യു. കുക്കു, നീ കമ്മിറ്റഡ് ആണോ? അവള് കമ്മിറ്റഡ് ആണോ അല്ലേന്ന് അറിഞ്ഞിട്ട് ഇവനിപ്പോ എന്തിനാ?
ഞാൻ കമ്മിറ്റഡ് ഒന്നും അല്ല. ഒരാലോചന ഇങ്ങനെ വന്നിട്ടുണ്ട്, ഒഫീഷ്യലായിട്ടൊന്നും ആയിട്ടില്ല. ആഹാ, അപ്പോൾ ചെറിയൊരു ചാൻസ് ഉണ്ട്. അയ്യടാ, ഒന്ന് പോയേ. ആ, നമ്മളേനെ നിനക്ക് പിടിക്കില്ലായിരിക്കും അല്ലേ? ഒന്ന് പോയേ ചേട്ടാ. ചേട്ടനോ? ഓ, ഇവല്ല ഇന്നലെ ഹോട്ടലിലൊരുത്തൻ, പെണ്ണ് കാണാൻ വേറൊരുത്തൻ, ഇപ്പതേ ഇവൻ. ഇനി എത്ര പേരുണ്ടോ ആവും. അല്ല, ഞാൻ എന്തിനാ ഇവളുടെ കാര്യത്തിൽ ഇടപെടുന്നേ? എനിക്ക് ഇടപെടാലോ, എൻ്റെ ഏട്ടത്തിൻ്റെ അനിയത്തിയല്ലേ. എനിക്ക് ഇടപെടാം. ഏട്ടാ, എത്താറായോ? ഇല്ലടാ, ഇനിയൊരു 2 hours ഉണ്ട്. ദൈവമേ, അതുവരെ എങ്ങനെ സഹിക്കും ഞാനിതിനെ? കുക്കു, നിനക്ക് വൊമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി അല്ലേ? വേണേൽ സൈഡ് സീറ്റ് ഇരുന്നോ, ഞാൻ നടുക്കിരിക്കാം. ഏയ് ഇല്ലല്ലോ, ഐ ആം ഓൾ റൈറ്റ്. കുക്കു, അങ്ങനെയാണെങ്കിൽ നീ ഈ സൈഡിലിരുന്നോ, ഞാൻ അവിടെ ഇരുന്നോളാം. അത് വേണ്ട, അവള് ഇവിടെ ഇരുന്നോളും. ഹലോ മീനു. എത്തിയില്ല. ട്രോവേഴ്സ് ഡ്രൈവ് ഉണ്ട്. നീ അവിടെ ആണോ? വിളിക്കാം. പിന്നെ കാണാം. ശരി. ആരാടാ, മീനാക്ഷിയാണോ? ഏട്ടാ, അവളെ വീട്ടിൽ വന്നപ്പോൾ നമ്മൾ കറങ്ങാൻ പോയി എന്ന് പറഞ്ഞ് പരാതി പറയുക. കറങ്ങാൻ പോയതിനല്ല, കാണാൻ പറ്റാത്തതിന്റെ പരാതിയാണെന്ന് പറ. അയ്യടാ, എന്താ മഴപ്പാറ്റൊരു എലി. കാണാൻ ഇയാളെ മുഖ്യമന്ത്രി, ഒരു മീനാച്ചി. പേര് കേട്ടാ തന്നെ അറിയാം, യക്ഷിയാണോ? നെനച്ചൻ ഡോക്ടർ മാരീഡ് ആണോ? കറൻലി ആം സിംഗിൾ. എങ്കിൽ ഇവളെ അങ്ങ് പ്രേമിക്കാനായില്ലായിരുന്നോ? ആറ്റം ബോംബിന് കൈയും കാലും വെച്ച് ഈ ചുന്ദരിമണിയെ. അതിന്റെ ഇടയിൽ എനിക്കിട്ട് തന്നെ വെക്ക് കേട്ടോ. ഞാൻ വെറുതെ പറഞ്ഞതല്ലേ എൻ്റെ മുത്തോണിയെ. ഇവനെ ഇന്ന് ഞാൻ. കുക്കുമോളെ, ഒരു പാട്ട് പാടുന്നോ? കുക്കു പാടുവോന്നോ? ഒന്ന് കേൾക്കണം അവളുടെ പാട്ട്, ആരും വീണുപോകും. പിന്നെ ഒലക്ക. നിരൂപേട്ടനറിയോ, ഇവള് പാടും, ഡാൻസ് ചെയ്യും, പെയിന്റ് ചെയ്യും, ബോക്സിങ്, സ്പോർട്സ്, ആർട്സ് എല്ലാത്തിനും ഫസ്റ്റ് ആയിരുന്നു. ഇപ്പൊ അല്ലേ ആളിങ്ങനെ ഒതുങ്ങിയിരിക്കാൻ തുടങ്ങിയത്. ഇവള് ഇത്രയും വലിയ സംഭവമായിരുന്നോ? കൊള്ളാലോ. എന്താ കുക്കുമോളൊന്ന് പാടിയേ? ഏട്ടാ, അതിപ്പോ. പാടുമോളെ, ഏട്ടൻ്റെ മോളല്ലേ. ഇവക്ക് പാടാനൊന്നും അറിയില്ലേട്ടാ, ചുമ്മാ തള്ളു. അയ്യടാ, ഞാൻ പാടുവോ ഇല്ലേ എന്ന് പറയാനായിട്ട് ഇയാളാണോ എനിക്ക് പാട്ട് പഠിപ്പിച്ചു തന്നത്? ഞാൻ പാടാ ഏട്ടാ, അത് ഇങ്ങനെ ഓർത്തല്ല, ഏട്ടൻ പറഞ്ഞതുകൊണ്ടാ. വാചകം അടിക്കാതെ പാടി കാണിക്ക്. கடலாய் பேசிடும் வார்த்தைகள் யாவும் துளியாய் துளியாய் குறையும், மௌனம் பேசிடும் வார்த்தைகள் மட்டும் பொருந்திடுமே. தானாய் இந்தன் கால்கள் இரண்டும் உந்தன் திசையில் நடக்கும், தூரம் நேரம் காலம் எல்லாம் சுருங்கிடுமே. இந்த காதல் வந்துவிட்டால் இந்த தேகம் மிதந்திடுமே, விண்ணோடும் முகிலோடும் விளையாடி തിരഞ്ഞിടുമേ. എൻ്റെ മോളെ, ഇത്രയും നന്നായി പാടുമെന്ന് ഞാൻ അറിഞ്ഞില്ല. ഒരു രക്ഷയില്ല. നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും വിചാരിച്ചില്ല. ഇപ്പൊ വിശ്വാസമായോ? ഓഹോ, ഇതാണോ പാട്ട്? എന്തിനു കൊള്ളാം. അല്ലെങ്കിൽ ആ തിരുവായിൽ നിന്ന് നല്ലതൊന്നും പറയില്ലല്ലോ. നമ്മൾ തമ്മിൽ മിണ്ടാതിരിക്കുന്നത് നല്ലത്. സംതിങ് ഫിഷി. എന്തൊരു വെയില. ഇങ്ങേർക്കിത് എന്തിന്റെ ഭ്രാന്ത? അത്രയ്ക്ക് അങ്ങോട്ട് ഒട്ടിയിരിക്കണ്ട. ഒന്ന് പോടോ മരത്തല. മരത്തലേ നിന്റെ കെട്ടിയോ? എങ്കിലേ താൻ എന്നെ അങ്ങ് കേട്ട്, അപ്പൊ ശരിയായിക്കോളും. അതിലും നല്ലത് ഞാൻ വല്ല ട്രെയിനിന് തല വെക്കുന്നത്. ഇയാൾ എന്നോട് മിണ്ടണ്ട. എന്നാൽ നിങ്ങൾ ഇതിലേക്ക് ഇറങ്ങി നടക്ക്, എനിക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. കുക്കു, നീ വരുന്നോ? വരാം. പോണ പോക്കണ്ടില്ലേ? എന്നാൽ ഞാൻ ഇവിടെ നിൽപ്പുണ്ട്, എൻ്റെ അടുത്ത് വന്ന് കമ്പനി തരണം. അങ്ങനെയൊന്നുമില്ല. അതെങ്ങനെയാ? ആണുങ്ങളുടെ മണം അടിച്ച അപ്പോൾ ഓടുമല്ലോ. ഞാനെന്തിനാ ഇവളുടെ കാര്യത്തിൽ ഇങ്ങനെ ഇടപെടുന്നത്? ഏറ്റത്തെ സിസ്റ്റം, ജയനങ്ങളുടെ മോള്, അതിൽ കൂടുതൽ എനിക്ക് എന്താ അവളോട് ബന്ധം? മഴപ്പാറ്റ് ഒറ്റയ്ക്കാക്കി വരണ്ടായിരുന്നു. ഇതിപ്പോ കട്ട ഷോകാണല്ലോ. അങ്ങേന്റെ കൂടെ ആയിരുന്നെങ്കിൽ അടിയെങ്കിലും വെച്ച് നിൽക്കായിരുന്നു. ഇതിന് മാത്രം എന്താ ഇവൻ ഇത്രയ്ക്ക് പറഞ്ഞു കൂട്ടുന്നത്? നിരുപേട്ട, ഷോപ്പിംഗ് കഴിഞ്ഞോ? കഴിയാറേ. നീ വാ, നിനക്ക് എന്തേലും നോക്കാം ഇനി. അയ്യോ, എനിക്കൊന്നും വേണ്ട ഏട്ടാ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. നീ വാ, കുക്കുവിന് എന്തേലും മേടിക്കാം. പറഞ്ഞ പോലെ അവരെ രണ്ടാളെയും കാണുന്നില്ലല്ലോ. സ്മൃതി, അജു എങ്ങനാ ആള് കുക്കുവിനോട്? കുഴപ്പമൊന്നുമില്ല ഏട്ടാ. എന്താ?
ഏയ് ഒന്നുമില്ല, വെറുതെ. സത്യം പറയാലോ, എനിക്ക് ഞാനും കുക്കും എന്നെ ഒന്നിച്ച് വേണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. ഒരു വീട്ടിൽ ഒന്നിച്ച് കല്യാണം കഴിച്ച് പോകണമെന്ന്. പക്ഷേ ഇനി രണ്ടാൾ രണ്ടിടത്ത്, എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. പോട്ടടോ, അവളെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോയി കാണാമല്ലോ. ഈ പറഞ്ഞ പോലെ നിരഞ്ജനും അവളും തമ്മിൽ എന്തെങ്കിലും ഇഷ്ടം, അണ്ടർസ്റ്റാൻഡിങ് എല്ലാം ഉണ്ടായിരുന്നെങ്കിൽ അവരെ തമ്മിൽ കൂട്ടിക്കെട്ടായിരുന്നു അല്ലേ? അതൊന്നും നടക്കില്ലടോ. നിരഞ്ജൻ അവൻ ഒരിക്കലും സമ്മതിക്കില്ല. അതിനൊക്കെ വലിയ കാരണങ്ങളുണ്ട്, പിന്നീട് പറയാം. ഇപ്പോൾ വാ. ഹലോ, ആണോ? ഞാനിപ്പോൾ വരാം. ആരാ ചേട്ടാ? ആ കുക്കു, എനിക്ക് ഉടനെ പോകണം. വീട്ടിൽ നിന്നാ ഒരു അത്യാവശ്യമുണ്ട്. മോള് അവരോട് പറഞ്ഞേക്കെ ഞാൻ പോവുകയെന്ന്. പിന്നെ കാണാം. ആ ഓക്കെ ഏട്ടാ. മറ്റവൻ എവിടെ? പോയി, എന്തോ അത്യാവശ്യം ഉണ്ടെന്ന്. ഓ, അവൻ പോയതുകൊണ്ടാണോ ഒരു വൈറ്റ് ക്ലബ്യം? ആണെങ്കിൽ തന്നെ തനിക്കെന്താ? എനിക്കെന്താ, അവനവൻ സൂക്ഷിച്ചാ അവനവന് കൊള്ളാം. താൻ എന്താ ഉദ്ദേശിച്ചേ? ഒന്നുമില്ല, ഞാനൊന്നും ഉദ്ദേശിച്ചില്ല. പറയടോ, താൻ എന്താ പറഞ്ഞേ? പറഞ്ഞിട്ട് പോയാ മതി. അടങ്ങി ഒതുങ്ങി നടന്നാൽ നിനക്ക് കൊള്ളാം. എല്ലാ ആണുങ്ങളെയും പോലെ എന്നെ കാണരുത്. പൊന്നു മോളുടെ തനി സ്വഭാവം അറിയാമെന്നുള്ളതുകൊണ്ട് പറയാം. പണി മേടിച്ച് വെക്കരുത് നീ. എന്നാലും നിന്റെ തൊലിക്കെട്ടി ഇന്നലെ ഒരുത്തൻ, ഇന്ന് വേറൊരുത്തൻ. നിർത്തടോ. എനിക്ക് എന്ത് സംഭവിച്ചാലും അത് താൻ അറിയേണ്ട കാര്യമില്ല, കേട്ടല്ലോ? ഇനി മേലിൽ എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ വന്നോ വരുത്. ശരി, എങ്കിൽ ഞാൻ എല്ലാവരെയും അറിയിച്ചേക്കാം. കോളേജിലേക്കെന്നും പറഞ്ഞ് പുന്നാര മോള് ഹോട്ടലിൽ കൂടെ അഴിഞ്ഞാടി നടക്കുകയാണെന്ന്. താൻ ആരോടും ഒന്നും പറയില്ല. പറഞ്ഞ ഞാൻ തന്നെ കൊല്ലും. നിലതെറ്റി നിൽക്കുമോ ഞാൻ? താൻ പറഞ്ഞ പോലെ സിദ്ധാർത്ഥിനെ കേട്ടി ഞാൻ പൊയ്ക്കോളാം എന്ന് പറഞ്ഞല്ലോ. ആർക്കും ഒരു ശല്യം ഉണ്ടാക്കാതെ, ആർക്കും ഒരു ചീത്തപ്പേരുണ്ടാക്കാതെ. അതിനെന്റെ തലയിൽ കയറാൻ വന്നോണ്ടല്ലോ. വിവരം അറിയും നിങ്ങൾ. എനിക്ക് എന്ത് സംഭവിച്ചാലും ശരി, എൻ്റെ ചേച്ചിയുടെ കല്യാണം മുടക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതിനിപ്പോൾ എൻ്റെ ജീവിതം വെണ്ണീറാക്കണമെങ്കിൽ അങ്ങനെ. കുക്കു, ഞങ്ങളിപ്പോൾ വരാവേ. നീ എന്താന്ന് വെച്ചാൽ ഓർഡർ ചെയ്തോ. പിന്നെ ഇത് നിരഞ്ജന്റെ ഫോണാ, അവൻ വരുമ്പോൾ കൊടുത്തേക്ക്. ഇവളിതിപ്പം കുറെ നേരം ആയല്ലോ വിളിക്കുന്ന. അങ്ങേർക്കിട്ടൊരു പണി കൊടുത്താലോ. ഹലോ ഹലോ, ആരാ? ഇതാരാ? അതല്ലല്ലോ ഞാൻ അങ്ങോട്ട് ചോദിച്ചത്. മീനാക്ഷി. മീനാക്ഷിയോ? അല്ല, മീനാക്ഷി. ഓ, എന്താ വിളിച്ചേ? ഇത് നിരഞ്ജനേട്ടന്റെ ഫോണല്ലേ? ഏട്ടന് ഫോൺ കൊടുക്ക്. അയ്യോ, ഏട്ടൻ എനിക്ക് ഐസ്ക്രീം വാങ്ങാൻ പോയല്ലോ. ഏട്ടനോ? നീ ഏതാ? അത് കൊള്ളാം. എന്റെ ഏട്ടന്റെ ഫോണിൽ വിളിച്ചിട്ട് ഞാൻ ആരാണെന്നോ? അതിന് നീ ഏതാ? ഹോസ്പിറ്റലിലെ നേഴ്സ് വല്ലതാണോ? അല്ല, ഞാൻ ആരാന്ന് പറയാം. നീ ആരാ? ഞാൻ നിരഞ്ജനേട്ടൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ. ആണോ? അത് ഞാൻ അറിഞ്ഞില്ലല്ലോ. എന്തായാലും കല്യാണം കഴിക്കാൻ പോകുന്നല്ലേ ഉള്ളൂ, കഴിഞ്ഞിട്ടില്ലല്ലോ. ഇതൊക്കെ പറയാൻ നീ ആരാടി? ഞാൻ അങ്ങേരുടെ കെട്ടിയോളൂ. വാട്ട് അല്ല, വൈഫ്. അങ്ങേരെ എന്നെ കെട്ടി 5 മാസം കൂടി കഴിയുമ്പോൾ ഒരു ആൽബം റിലീസാവും ഞങ്ങളുടെ പ്രൊഡക്ഷനിൽ നിന്ന്. ഇനി എന്റെ കെട്ടിയവനെ വഴിതെറ്റിക്കാൻ വേണ്ടി എങ്ങാനും സെറ്റപ്പ് കൂടാൻ വിളിച്ചെന്ന് ഞാൻ അറിഞ്ഞ പൊന്നു മോളെ, നിന്റെ മുട്ടുകാല് തല്ലി ഒടിച്ച് ഉപ്പും മുളകും ചേർത്ത് വറുത്ത് മുല്ലപ്പന്തൽ ഷാപ്പിൽ ഞാൻ സപ്ലൈക്കിടും. പറഞ്ഞില്ലാന്ന് വേണ്ട കേട്ടോടി ഭൂതനെ. വെച്ചിട്ട് പോടി. ആഹാ, അങ്ങേർക്കിട്ടൊരു മുട്ടൻ പണി കൊടുത്തപ്പോ എന്താ ഒരാശ്വാസം. മാതിരി നമ്മുടെ ഏട്ടൻ്റെ വിവാഹം ഉറപ്പിച്ചു. നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്യാൻ കാത്തിരുന്ന ദിവസം. നിൻ്റെ ഏട്ടത്തിയമ്മയുടെ പേര് സ്മൃതി എന്നാണ്. നിനക്ക് സന്തോഷമായില്ലേ? ഇന്ന് നീ ഉണ്ടായിരുന്നെങ്കിൽ ഏട്ടനൊപ്പം നിൻ്റെ പേരിലൊരു മോതിരം അണിയാൻ എനിക്ക് ഭാഗ്യമുണ്ടായേന്. എല്ലാം എൻ്റെ തെറ്റാ. മാതിരി ഞാൻ തനിച്ചായ പോലെയൊക്കെ തോന്നുന്നു എനിക്ക്. ഇന്നൊരൽപ്പം സമാധാനമുണ്ട്. എല്ലാം തീർന്നെങ്കിലും ഇനി ഇതൊക്കെ ബാക്കിയല്ലേ. രാവിലെ ഇനി തലവെക്കാം. അതിനു മുമ്പ് ഈ ഫോണ് മെമ്മറി കാർഡ് എത്തേണ്ട സ്ഥലത്ത് എത്തിക്കണം. അവൻ്റെ തലക്കിട്ടുള്ള അവസാന ആണി അടിക്കണം. ഹലോ, എനിക്കൊന്ന് കാണണം നിന്നെ.